السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിന്റെ തഫ്സീറിലും വിശദീകരണത്തിലും അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് നൽകിയ വളരെ ഗൗരവപ്പെട്ട ചില നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ സാധാരണ പറയാറുണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കം 2-3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് അവാമിറുകളാണ്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന കൽപ്പനകളാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം നവാഹികളാണ്, നിരോധനപരമായ കാര്യങ്ങൾ. ഇത് ചെയ്യരുത്, നോക്കരുത്, പറയരുത് എന്ന് അല്ലാഹു അടിമയോട് നിരോധിക്കുന്ന കാര്യങ്ങൾ. മൂന്നാമത്തേത് അഹ്കാമുകളാണ്, ശരീഅത്തിന്റെ വിധിവിലക്കുകൾ. നാലാമത്തെ കാര്യം അഖ്ബാറുകളാണ്, അതായത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഈ ദുനിയാവിൽ സംഭവിച്ച ഖൈറിന്റെയും ഷർറിന്റെയും വർത്തമാനങ്ങളാണ്, ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുക. അതിൽ ഒന്നാമതായി പറയപ്പെട്ടിരിക്കുന്നത് അവാമിറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അവന്റെ അടിയാറുകൾക്ക് നൽകുന്ന കൽപ്പനകൾ. നിങ്ങൾ എന്താവണം, എങ്ങനെയാവണം. ആ അംറുകളുടെ കൂട്ടത്തിൽ അഅ്ദമുൽ അവാമിർ എന്ന പേരിൽ ഉലമാക്കൾ പരിചയപ്പെടുത്തിയ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൽപ്പനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയ പ്രാധാന്യമർഹിക്കുന്ന കടുപ്പപ്പെട്ട കൽപ്പന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കൽപ്പനയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എന്റെ മുമ്പിലുള്ള സലഫികളായ ഈ സഹോദരങ്ങളും സഹോദരിമാരും ഈ മൈതാനത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്നും എവിടെ നിന്നെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതിൽ ഉസ്താദുമാരുണ്ടാവാം, ഖതീബന്മാരുണ്ടാവാം,
ഇവര് പറയുന്നതാണ് ദീൻ എന്ന് തെറ്റിദ്ധരിച്ച സാധാരണക്കാരും ഉണ്ടാവാം. ആമുഖമായി അവരോടെല്ലാം ഉണർത്താനുള്ള എന്റെ നഫ്സിനോടെന്ന പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന ഒരു അടിമക്ക് നൽകുന്ന വിലമതിക്കാൻ കഴിയാത്ത നിഅമത്താണ് ഇസ്ലാം. അതായത് അയാൾ മുസ്ലിം ആവുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോവണ്ട നമ്മളെ ഉപ്പയും ഉമ്മയും മുസ്ലിമായത് കൊണ്ടാണ് നമ്മൾ മുസ്ലിമായത് എന്ന്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യത്ത് നാട്ടിൽ നമ്മൾ ജനിച്ചത് കൊണ്ട് നമ്മൾ മുസ്ലിമായി, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തറവാട്ടില് കുടുംബത്തിൽ ഞാൻ ജനിച്ചു അതിനെക്കൊണ്ട് ഞാൻ മുസ്ലിമായി എന്നൊന്നും ആരും വിചാരിച്ചു പോവണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ ഏതെങ്കിലും ആളുമായിട്ടോ കുടുംബവുമായിട്ടോ സ്ഥാനമാനങ്ങളുമായിട്ടോ ശൈഖുമാരുമായോ തരീഖത്തുമായോ അതല്ലെങ്കിൽ ഉസ്താദുമാരുമായോ തങ്ങൾമാരുമായോ ഒന്നുമായും ബന്ധപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം പറയുന്ന ഉലമാക്കൾ പറഞ്ഞത്, ഒരു മുസ്ലിമിനോട് നീ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അവൻ പറയുന്നത് എന്റെ ബാപ്പയും ഉമ്മയും മുസ്ലിമാണ് അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നാണെങ്കിൽ അവൻ പറഞ്ഞത് സത്യത്തിന് വിരുദ്ധമാണ്. ഓൻ പറഞ്ഞത് തെറ്റായ മറുപടിയാണ്. മുസ്ലിമിന്റെ നാവുന്ന അങ്ങനത്തെ മറുപടി വന്നൂടാ. മറിച്ച് എന്താണ് അവൻ പറയേണ്ടത്? എനിക്കെന്റെ റബ്ബ് ദീനുൽ ഇസ്ലാം എന്ന സ്വർഗത്തിലേക്കുള്ള രാജപാതയുടെ ഭാഗമാവാൻ തൗഫീഖ് തന്നതുകൊണ്ട്, കോടാനുകോടി വരുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് എന്നെ അവൻ സെലക്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇന്ന് മുസ്ലിമായി ജീവിക്കുകയാണ്. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ ചിന്ത, അവന്റെ കാഴ്ചപ്പാട്. എങ്കിൽ ആ ഒരു തരത്തിൽ മാനസികമായി മുസ്ലിമീങ്ങൾ അല്ലാഹു തന്ന നിഅമത്താണ് എനിക്ക് ഇസ്ലാം, സ്വർഗത്തിന്റെ പാതയിൽ അല്ലാഹു എന്നെ നിർത്തി തന്നിട്ടുണ്ട് എന്ന് ബോധവാന്മാരാണെങ്കിൽ ആ ബോധത്തിൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ ഒരു അടയാളം എന്താണെന്നറിയോ? ഒരു നന്ദി വാക്കുണ്ടാകും അല്ലാഹുവിനോട് മുസ്ലിമാക്കിയതിന്റെ പേരിൽ. കാരണം പരിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളെ പറ്റി അല്ലാഹു പറയുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗവാസികൾ നാളെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ആദ്യം പറയുന്ന വാചകം അതായിരിക്കും, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. എന്തിന്? അല്ലദീ ഹദാനാ ലിഹാദാ, ഈ സ്വർഗം ലഭിക്കുന്ന നിലയിൽ നമ്മൾ എത്തുവാൻ നമുക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്നവനായ അല്ലാഹുവിന്, ദീനുൽ ഇസ്ലാമിനു വേണ്ടി എന്നെ സെലക്ട് ചെയ്ത അല്ലാഹുവിന് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ, നമുക്ക് ഈ മാർഗം കിട്ടുമായിരുന്നില്ല, നമ്മൾ മുസ്ലിമായി ജനിക്കുമായിരുന്നില്ല, സ്വർഗത്തിന്റെ അവകാശികൾ ജീവിക്കുന്ന പോലെ നേർമാർഗത്തിന്റെ വക്താവായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു നമുക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു വഴി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു ഹിദായത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനാ ഞാൻ പറയുന്നതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഗൗരവം മനസ്സുകൊണ്ട് കേൾക്കാൻ, ഇച്ചവി കൊണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയൂല. കാക്കത്തൊള്ളായിരം വർത്തമാനങ്ങൾ കേൾക്കുന്നവരാ നമ്മള്, ഖുതുബകളായും മതപ്രഭാഷണങ്ങളായും ക്ലാസുകളായും. പക്ഷെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകളയുന്ന ദുരവസ്ഥ ഇന്നുമുണ്ട് ഈ ഉമ്മത്തില്. അങ്ങനെ പറ്റൂല. ഖൽബ് കൊണ്ട് കേൾക്കണം. കേൾക്കുന്ന കാര്യത്തെ ഖുർആനിലും ഹദീസിലും പരിശോധിച്ച് കണ്ടെത്തണം. സത്യം ബോധ്യപ്പെട്ടാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയപ്പെടുന്നവരാണ്, ഇത്രയും വലിയ നിഅമത്ത് ലഭിച്ചവരാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഉസ്താദുമാര് നേരത്തെ ഷെയ്ഖ് സൂചിപ്പിച്ച പോലെ സഖാഫിമാരോ അതല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ വന്ന് ആളുകളിലേക്ക് മുസ്ലിമീങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് മാനസികമായി ഷെയ്ഖുമാരുമായി, ഖത്തീബുമാരുമായി, തങ്ങന്മാരുമായി, മുദർരിസുമാരുമായി, മതപ്രഭാഷകരുമായി, അതേപോലെ
ഈ ജാറത്തിന്റെ പൂജകരുമായിട്ടൊക്കെ ആളുകളുടെ മനസ്സുകളെ കളക്ട് ചെയ്ത് ഇവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനൊന്നില്ല ഇസ്ലാമിൽ, അങ്ങനൊന്ന് ദീനിലില്ല. വ്യക്തികളെ പൂജിക്കുന്ന പരിപാടിയേ ഇല്ല. വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തെ നോക്കി രക്ഷപ്പെടുത്തപ്പെടുകയും സ്വർഗം ലഭിക്കുകയും ചെയ്യുമെന്ന ധാരണ അത് പൊട്ടത്തെറ്റാണ്. അത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ഉസ്താദുമാരും മൗലവിമാരും പറയുന്ന വെറും വാക്ക് മാത്രമാണ്. മനസ്സിലെഴുതി വെച്ചോളൂ. ഒരു കാര്യം, അത് സലഫി ഉലമാക്കളായാലും ശരി, സലഫി പ്രഭാഷകരും പ്രബോധകരുമായാലും ശരി, സലഫി പ്രസ്ഥാനങ്ങളായാലും ശരി, ഞാനത് സത്യമായതുകൊണ്ടാണ് സലഫികളെ പറഞ്ഞ് മറ്റെല്ലാം കാക്കത്തൊള്ളായിരത്തോളം വരുന്നത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വഴിവിട്ടു പോയതാണ്. അതുകൊണ്ട് അതിന്റെ പേര് പറയാത്ത ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാം, സമയം കുറവാണ്. ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരുടെ കഥയാണ്. അവർക്ക് പറയാനുള്ള ബന്ധം ഏതെങ്കിലും ഒരു ശൈഖുമായിട്ടുള്ള കണക്ഷൻ അല്ല. ഏതെങ്കിലും ശംസുൽ ഉലമയോ ഖമറുൽ ഉലമയോ ശൈഖുനായോ അതല്ലെങ്കിൽ അത്തിത്യ അങ്ങനെ പറയപ്പെടുന്ന ഹുജ്ജത്തുദ്ദീനും ഹുജ്ജത്തുൽ ഇസ്ലാമും എന്നൊക്കെയുള്ള ഓമന പേരുകളിൽ അറിയപ്പെടുന്ന അതൊന്നുമല്ലാത്ത വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ ഒന്നുമല്ല ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത്. സ്റ്റേജ് കെട്ടി ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ വിളിച്ചുകൂട്ടി അവിടെ ചാരിക്കടന്ന് നമ്മളുണ്ട് പ്രശ്നമൊന്നും ആക്കണ്ട, തങ്ങളെങ്ങനെ മറ്റാളെങ്ങനെ ഇയാളിങ്ങനെ എന്നൊക്കെ പ്രസംഗിച്ച് സാധാരണക്കാരുടെ മനസ്സിൽ ഇവരൊക്കെ ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ എന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പിഴപ്പിക്കാനും നിങ്ങളെ പറ്റിക്കാനും മാത്രമാണ്. കാരണം സൂറത്തു തഹരീമിൽ അല്ലാഹു പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ضرب الله مثلا للذين كفروا ضرب الله مثلا للذين كفروا മനുഷ്യരെ, സത്യത്തിന്റെ നിഷേധികൾക്ക് കാഫിറുകൾക്ക് അല്ലാഹു നിങ്ങൾക്കൊരു ഉപമ പറയാൻ പോവുകയാണ്. ദീനുൽ ഇസ്ലാമിലേക്ക് സെലക്ഷൻ ലഭിക്കാത്ത, സ്വർഗപ്രവേശനം നാളെ ആഖിറത്തിൽ ലഭ്യമാവാത്ത, അല്ലാഹുവിന്റെ പൊരുത്തമോ ഇഷ്ടമോ ലഭിക്കാത്ത, അവന്റെ ദേശത്തിനും കോപത്തിനും കാരണക്കാരായി നരകത്തിൽ കത്തിയെരിയാൻ പോകുന്ന രണ്ട് ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ആരാന്നറിയുമോ അവർ? ഒന്ന് നൂഹ് നബിയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ലൂത്ത് നബിന്റെ ഭാര്യയാണ്. ശൈഖുനാന്റെ മുരീദ് നല്ല ഈ പറഞ്ഞ് കണക്ഷൻ ഖമറുൽ ഉലമന്റെ ഡ്രൈവറാന്നല്ല പറഞ്ഞ്, ശംസുൽ ഉലമാന്റെ വീട്ടുകാവൽക്കാരനല്ല ഈ പറഞ്ഞ്, റിസാലത്ത് നൽകപ്പെട്ട ആദ്യത്തെ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായി പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 25 നബിമാരിൽ ഒരാളായ ലൂത്തിന്റെ ഭാര്യ അലൈഹിമുസ്സലാത്തു വസ്സലാം. എത്ര വലിയ കണക്ഷനാത്, നുബുവത്തിന്റെ റിസാലത്തിന്റെ. പക്ഷെ അല്ലാഹു പറഞ്ഞെന്താ അറിയോ? പ്രിയപ്പെട്ട അടിയാറുകളെ, ഈ രണ്ട് സ്ത്രീകൾക്ക് ദുനിയാവിൽ പറയാവുന്ന ഏറ്റവും നല്ല രണ്ട് ബന്ധങ്ങളുണ്ടെങ്കിലും വഖീല, നാളെ ആഖിറത്തിൽ രണ്ടുപേരോടും പറയപ്പെടും, ഉദ്ഖുലൻ നാറ മഅദ് ദാഖിലീൻ, നരകവാസികളുടെ കൂടെ നരകത്തിലേക്ക് പോയിക്കോളെ. ഈ രണ്ട് പെണ്ണുങ്ങളും നാളെ ആഖിറത്തിൽ ഇങ്ങനെ പറയപ്പെടുമ്പോ പറയാ, അയ്യോ ഞാൻ പോകൂല, ഞാൻ നൂഹിന്റെ ഭാര്യയാണ്. മറ്റേ പെണ്ണ് പറയാ, ഞാൻ ലൂത്തിന്റെ ഭാര്യയാണ്. ഈടുത്ത പെണ്ണുങ്ങൾ പറയും പോലെ, ഞാൻ ഉള്ളാളത്ത് ചാളത്ത് പോയ ആളാണ്, ഞാൻ സിഎമ്മിനെ വിളിക്കുന്ന ആളാണ്, ഞാൻ ശംസുൽ ഉലമാന്റെ ആളാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് വിഷയമല്ല. നിങ്ങളെ ഭർത്താവ് റസൂലാണ്, നബിയാണ്, എനിക്ക് വിഷയമല്ല. നിന്റെ മക്കളോ അല്ലെങ്കിൽ നിന്റെ ബാപ്പയോ നിന്റെ ഉമ്മയോ എന്റെ വലിയാണ്, അതല്ലെങ്കിൽ സാലിഹാണ് സാലിഹത്താണ്, ഇതൊന്നും എനിക്ക് വിഷയമല്ല. നിങ്ങളാ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലേ ഇവിടെ സ്വർഗം നീ പ്രതീക്ഷിക്കാൻ വേണ്ട.
നൂഹ് നബിന്റെ ഭാര്യയും ലൂത്ത് നബിന്റെ ഭാര്യയും നാളെ നരകത്തിലാണ്. ഇപ്പോഴും നമ്മൾ വാട്സപ്പിൽ ഖബറുൽമന്റെ ഗ്രൂപ്പിൽ ഞാനുണ്ട്, ഞാൻ ഇപ്പുറത്തെ സഖാഫിന്റെ പള്ളിയിലെ ഗ്രൂപ്പിൽ ഞാനുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ ഒരു വ്യാമോഹവും മനസ്സിൽ വേണ്ട, ഒരു രക്ഷയുണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കഥ പറഞ്ഞ ആരറിയോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ. ഇത് അല്ലാഹ് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇബ്രാഹിം നബിന്റെ വാപ്പ. നേരത്തെ ഷെയ്ഖ് സൂചിപ്പിച്ചില്ലേ, വഹാബി സഖാഫി ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളെ വാപ്പ, നിങ്ങളെ ഉമ്മ എന്തെല്ലാം പറഞ്ഞിട്ട്, ഇബ്രാഹിം എന്ന ഖലീലുള്ളാന്റെ ഉപ്പ നരകത്തില. അല്ലാഹ് പറഞ്ഞ വാക്കെന്താ അറിയോ? ശ്രദ്ധിച്ചോളിട്ടോ. وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه. അല്ലാഹു ഇബ്രാഹിമിന്റെ ബാപ്പാനെ വിളിച്ച പേരെന്താ അറിയോ? അല്ലാഹുവിന്റെ ശത്രുവായ ആസർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആ പശ്ചാത്തലം ഒന്ന് പറയാം. ഒരാളുടെ ബാപ്പ മരിച്ചു. അപ്പം ഒരു സഹാബിയുടെ ബാപ്പ, കാഫിറായ മുശ്രിക്കായ ബാപ്പ മരിച്ചു. ഈ സഹാബി ബാപ്പയുടെ വിഷയത്തിൽ സ്വർഗം കിട്ടൂല, നരകമാണ്, ശിർക്കയ്താ മരിച്ചത്, വിഷമായി, പ്രയാസായി. ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്റെ ബാപ്പ മുശ്രിക്കായിട്ടല്ലേ മരിച്ചത്, പിന്നെ എങ്ങനെയാ നീ ദുആ ചെയ്യാ? ശരിയാണ്, ശിർക്ക് ചെയ്ത് മരിച്ചവർക്ക് എന്തില്ല? ദുആ ഇല്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സഹാബത്തിനുള്ള ചർച്ചയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കേസ് വന്നു. മറുപടിയായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ആകാശത്തിന്റെ അപ്പുറത്ത് ആയത്തിറക്കി. ഏതായത്തെന്നറിയോ? മൗലമാർന്നു ആയത്ത് കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഇപ്പോഴും ഉറൂസിന് വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ടാ ഇപ്പോഴും ജാറത്തിന് പട്ടി വിരിക്കാൻ പോകുന്നത്. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. എത്ര കടുപ്പപ്പെട്ട ആയത്താണെന്നറിയോ? മാ കാന ലിന്നബിയ്യി, ഒരു പ്രവാചകനും അനുവാദമില്ല, വല്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്കും അനുവാദമില്ല. എന്ത്? അയ്യസ്തഗ്ഫിറൂ, അവര് പാപമോചനം തേടുവാൻ, ലിൽ മുശ്രികീന, ശിർക്ക് ചെയ്ത് മരിച്ചു പോയവർക്ക് വേണ്ടി. അല്ലാഹു അല്ലാത്തവനോട് ദുആ ചെയ്ത് മരിച്ചവർക്ക്, ജാറത്തിൽ ചെന്ന് സുജൂദ് ചെയ്ത് മരിച്ചവർക്ക്, ലോകത്തെ നിയന്ത്രിക്കുന്നത് CM ആണെന്ന് വിശ്വസിച്ച് മരിച്ചു പോയവർക്ക്, എന്റെ രോഗം മാറ്റുന്നത് ഉള്ളാളത്തെ ജാറമാണെന്ന് വിശ്വസിച്ച് മരിച്ചു പോയവർക്ക്, അതിന് പറയുന്ന പേരാണ് ശിർക്ക്. അല്ലാണ്ട് അല്ലാഹനെ തള്ളിപ്പറയുന്നതിന്റെ പേരല്ല ശിർക്ക്. മക്കത്തെ മുശ്രിക്കിനെ അല്ലാഹ് മുശ്രിക്കെന്ന് വിളിച്ചത് അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടല്ല, മറിച്ച് അല്ലാഹ് ഉണ്ടെന്ന് പറയുകയും അതിനോടൊപ്പം ജാറം വേണമെന്ന് വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിച്ച് മരിച്ചു പോയവർക്ക് ഇസ്തിഗ്ഫാർ പറയാൻ ഒരു നബിക്കും അനുവാദമില്ല, ഒരു വിശ്വാസിക്കും അനുവാദമില്ല. വലൗ കാനൂ ഉലീ ഖുർബാ, അവർ സ്വന്തം അടുത്ത ബന്ധുത്വത്തിലുള്ളവരാണെങ്കിലും ശരി. ഏതാണ് അടുത്ത ബന്ധം? അത് ഈ സഹാബിക്കുള്ള സൂചനയാണ്. നിങ്ങളുടെ ബാപ്പയാണെങ്കിലും ശരി, നിങ്ങളുടെ ഉമ്മയാണെങ്കിലും ശരി, അല്ലാഹ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന ശിർക്ക് ചെയ്ത് മരിച്ചു പോയാൽ അവിടെ ബാപ്പ എന്ന പരിഗണനയില്ല, ഉമ്മ എന്ന പരിഗണനയില്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറുമില്ല. പിന്നെ അവരെവിടെയാണെന്നറിയോ? അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ശിർക്ക് കണ്ടതുകൊണ്ട് അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന്. അല്ലാഹു എത്ര കാര്യം പറഞ്ഞെന്നറിയോ? ശിർക്ക് ചെയ്യുന്നത് ഇസ്തിഗ്ഫാർ പാടില്ലാത്ത തെറ്റാണ്, ചെയ്തവൻ അസ്ഹാബുൽ ജഹീമാണ്, മോചിപ്പിക്കുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിനല്ലോ. ഉപ്പാന്നെ കേട്ടോ, ആസർ മുത്താപ്പയും ഇളയപ്പൊന്നുമല്ല. മൂലമാൻ അങ്ങനെ പറയാ, ആസർ ഇബ്രാഹിമിന്റെ ഉപ്പ അല്ല, ഇളയപ്പയാണ് അല്ലെങ്കിൽ മുത്താപ്പയാണ്. അല്ല, സഹാബത്തി ഉപ്പയായിട്ടാ പറഞ്ഞ്.
ഇബ്രാഹിം തന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടല്ലോ. ഉടനെ തന്നെ ജിബ്രീൽ വന്നു. നബിയേ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ സംശയം പറഞ്ഞ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കൂ. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ ലിഅബി, ഇബ്രാഹിം തന്റെ ബാപ്പാക്ക് വേണ്ടി പറഞ്ഞ ഇസ്തിഗ്ഫാർ ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ, ബാപ്പാനോട് വഅദ ചെയ്തിട്ടുണ്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുമെന്ന്, അത് പൂർത്തിയാക്കാൻ ചോദിച്ചതാണ്, വഅദ പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇബ്രാഹിം എന്ന എന്റെ ഖലീലിന് ബോധ്യപ്പെട്ടപ്പോൾ, ഏതു ബാപ്പാന്റെ ചോരയിലാണോ ഞാൻ ജനിച്ചത്, അത് എന്റെ സ്വന്തം പിതാവ്, അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ അന്നഹു അദുവ്വുൻ ലില്ലാഹ്, എന്റെ ബാപ്പ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് അവിടെ നിന്ന് ഒഴിവായി പിന്നോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ബാപ്പമാരും ശിർക്ക് ചെയ്തിട്ടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കാൻ നിൽക്കരുത്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. നാളെ ഈ പറഞ്ഞ ആസർ എന്ന് പറഞ്ഞ ഖലീലുല്ലാഹിയുടെ ബാപ്പ വന്നിട്ട് പറയാൻ, ഇബ്രാഹിമിന്റെ ഉപ്പയാണ് ഞാൻ. ഇപ്പം പറയും പോലെ, ഞാൻ ഇന്ന ഷെയ്ഖിന്റെ മുരീദാണ്, എനിക്ക് ഇന്ന തരീഖത്തിൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഞാൻ പാതിരാക്കി 70,000 ഉറക്കം ചുറ്റി പൂർത്തിയാക്കിയ ആളാണ്, ഞാൻ മറ്റേ ഇതിങ്ങനെ ശല്യ ആളാണ്. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, യൽഖാ ഇബ്രാഹിമു അബാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഉപ്പാനെ കാണും. അബാഹു, തന്റെ ഉപ്പാനെ കാണും. ഫയഖൂൽ, ഖേദം വരും മനസ്സിൽ, ഉപ്പയായി നിൽക്കുന്ന സ്വന്തം ഉപ്പ. അപ്പൊ പറയും, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ, ഖിയാമത്ത് നാളിൽ നീ എന്നെ നിന്ദനാക്കൂല എന്ന് എന്നോട് നീ വഅദ ചെയ്തതല്ലേ. അല്ലാഹ്, ഇതിനേക്കാളും വലിയ നിന്ദത വേറെന്താണ്? എൻ്റെ സ്വന്തം ബാപ്പ ഇവിടെ നരകത്തിലേക്ക് പോവാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പം ഇതിനേക്കാളും വലിയ വിഷമം വേറെന്താ എനിക്ക് ഉണ്ടാവേണ്ടത്? ഫയഖൂൽ, ഇത് കേൾക്കുമ്പോൾ അല്ലാഹു പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇബ്രാഹിമ ഇന്നി ഹറംതുൽ ജന്ന, ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അലൽ കാഫിരീൻ, കുഫ്ർ ചെയ്ത് മരിച്ചവന്, കുഫ്ർ ചെയ്ത് മരിച്ചവന്, എന്റെ കൽപ്പനകളെ സ്വീകരിക്കാത്തവന്, എന്റെ ദാത്തിൽ പങ്കു ചേർത്തവന്, എന്റെ കൽപ്പനക്ക് ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ അവക്കനുസരിച്ച് ജീവിച്ച കാഫിറിന് ജന്നത്ത് ഹറാമാണ്. നിന്റെ ഉപ്പാ കൂട്ടത്തിലാണ്, അവിടെ സ്വർഗത്തിൽ കയറ്റുന്ന പരിപാടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിമിന്റെ മുമ്പ് ഉപ്പാനെ പിടിച്ച് നരകത്തിലേക്ക് എറിയും. എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ നാട്ടുകാരെ, മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആരെയാ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? ആരാണ് നമ്മളെ കൈപിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രസംഗം കേട്ടിട്ടാ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? അതല്ല കന്തൂറയും തലയിൽ കെട്ടും ആ താടിയെല്ലാം കണ്ടിട്ടാ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? അതിനേക്കാളും വല്ല കന്തൂറയും താടിയ ഈ കഴിഞ്ഞു പോയ കഥാപുരുഷന്മാർക്കുള്ളത്. പറ്റൂല. ഞാൻ വേറൊരു കഥ പറയട്ടെ. ഖുർആനൊന്നും ഹദീസൊന്നും പറയുന്നു, നമുക്ക് വേറെ ലിംഗം കഥ എന്ന് പറയാനില്ലല്ലോ. അങ്ങനെയുണ്ടാ? പെൺകുഞ്ഞി ഗർഭം ധരിച്ചപ്പം അതിന് ആൺകുട്ടിയായി പ്രസവിച്ചു, നമുക്ക് പറയാൻ അറിയില്ല, പറയും വേണ്ട. ICUയിൽ കിടക്കുന്ന രോഗിയെ, നിങ്ങൾ മംഗലാപുരത്തുകാരല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജൊക്കെ, ICUവിലേക്ക് പാതിരാക്കാരും കാണാണ്ട് വന്ന് ഡോറ് തുറന്ന് കയറി മറ്റേ കുടല് കട്ടാക്കി തുന്നി ചേർത്തിട്ട് ആള് പോയി. അക്കഥ പറയാൻ ഈ ഇരിക്കുന്നതൊന്നും കഴുതകളുമല്ല, ഞാനും കഴുതയല്ല. അങ്ങനെയല്ല ആ കഥ ഞാൻ പറയുന്നുള്ളൂ. ആ മരത്തിന്റെ ഇല പിടിച്ചിട്ടിതാ നോക്ക് സ്വർണ്ണമായി, അതിന് സായിബാബ അല്ല, സായിബാബന്റെ ആൾക്കാരും അല്ല ഇത്. അങ്ങനെ പറയാൻ അതിന് നമുക്ക് സമയമില്ല. പോട്ട് അതെല്ലാം പിരാന്ത്. അങ്ങനത്തെ കഥ മുസ്ലിം ഉമ്മത്തിന്റെ വിലപ്പെട്ട സമയം പാതിരാക്കി വിളിച്ചിരുത്തിയിട്ട് എന്ത് കഥയായി ഈ മൗലവിമാര് പറയുന്നത്? അവർക്ക് എന്താ ഇത്ര ബോധമില്ലാണ്ടായി പോയത്? അവരെന്താ ഇത്ര ചിന്തിക്കാത്ത ആൾക്കാരായി? ഇത് 2025 നിങ്ങൾ മംഗലാപുരത്തുകാരല്ലേ? വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആൾക്കാർ പഠിക്കുന്നു. ഇവിടെയുള്ളവർ അങ്ങനെ കഥ കേട്ടിരിക്കുക, പൊട്ടത്തരങ്ങൾ. നമുക്ക് സമയമില്ല, പക്ഷെ പറയാനുണ്ട്. ഏതാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഖത്തീബന്മാരെ, നിങ്ങളും കേട്ടോളി. അബൂ താലിബ് ആരാന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ. ഇമാം അഹ്മദും ബസ്സാറും സഹീഹായ സനദോടെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. താരീഖ് പരിശോധിച്ചാൽ നിങ്ങൾക്കും കിട്ടും.
അബൂ താലിബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ആളാണ്. ഏത് സമയത്ത്? അലം യജിദ്ക യതീമൻ ഫആവാ. ഏ നബിയേ, നിങ്ങൾ യതീമായിരുന്നില്ലേ, അനാഥനായിരുന്നില്ലേ? സുരക്ഷിതമായ കൈകളിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചില്ലേ? ഏത് കൈകൾ? യദാ അബീ താലിബ്. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും അദ്ദേഹം മരിച്ചപ്പം മൂത്താപ്പയായ അബൂ താലിബിന്റെയും കരങ്ങളിൽ സുരക്ഷിതനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച് വളർന്നത്, ആ വീട്ടിൽ നിന്ന് കഞ്ഞിയും പയറും കുടിച്ചത്, ആ അബൂ താലിബിന്റെ സംരക്ഷണത്തിലും തണലിലുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വളരുന്നത്. ആ കുടിലിന്റെ ഉള്ളിലാ പലപ്പോഴും വഹ്യ് വന്നിറങ്ങിയത്, ജിബ്രീൽ വന്നത്, റസൂലുള്ളാഹിയുടെ നെറ്റിത്തടം വിയർത്തത് ഖുർആനിന്റെ ഭാരം കൊണ്ട് അബൂ താലിബ് എന്ന മൂത്താപ്പന്റെ വീട്ടിലാണ്. ആ മൂത്താപ്പ മരിച്ചു. താരീഖ് കേൾക്കണേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാൻ, ഇതാണ് സലഫികളുടെ ആദർശം കേട്ടോ. അവർക്ക് ആദർശമാണ് വലുത്, വ്യക്തികളല്ല, ബന്ധങ്ങളല്ല, കൈകൊട്ടലല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല, നാട്ടുകാരെ മുഴുവനും തൂന്ന് പറഞ്ഞ് തുപ്പി. നമുക്കത് വിഷയമേ അല്ല. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ടാൽ ഏതു തുപ്പലും പൊന്നുപോലെ നമ്മൾ സ്വീകരിക്കും. എല്ലാ ഷെറുന്നും അല്ലാഹു കാക്കട്ടെ. ലമ്മ തുവഫിയ അബൂ താലിബ്, അലി റളിയല്ലാഹു പറയാൻ, അബൂ താലിബ് മരിച്ചപ്പോൾ, പിന്നെ എന്തല്ല പറയുന്നത്, എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ എന്നല്ല. മനസ്സിലാക്കണം, ഓരോ വരിയും മനസ്സിലാക്കണം. എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ എന്നല്ല. എന്താ അങ്ങനെ പറയാത്തത്? അബൂ താലിബ് എന്ന ഉപ്പയെക്കാളും അലിയിന് ബന്ധം മുഹമ്മദുർ റസൂലുള്ളാഹിയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ അധികം അവർക്ക് കണക്ഷൻ മുഹമ്മദുർ റസൂലുള്ളാഹിയോടാണ്. അങ്ങനെ ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് മരിച്ചു. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, ഇന്ന അമ്മക ശൈഖ الضال قد مات. ഇന്ന അമ്മക ശൈഖ الضال, യാ റസൂലല്ലാഹ്, വഴിപിഴച്ച വയോധികനായ നിങ്ങളുടെ മൂത്താപ്പ ഇതാ മരിച്ചിരിക്കുന്നു. എന്റെ ഉപ്പ മരിച്ചു എന്ന് പറയൂല. എന്തുകൊണ്ടറിയോ? മുശ്രിക്കാണ് അബൂ താലിബ്. എന്താണ് ആ ശിർക്ക് എന്ന് കേൾക്കണേ. മോൻ പറയുന്ന വാക്കാണ്, ഇന്ന അമ്മക, നിങ്ങളുടെ മൂത്താപ്പ, അശ്ശൈഖ, വയോധികനായ വൃദ്ധനായ, അദ്ദാല്ല, വഴിപിഴച്ചു പോയ, ഖദ് മാത്, മരിച്ചിരിക്കുന്നു. ഫമൻ യുവാരി, ആരാ കുഴിച്ചിടുക? ആരാ കുഴിച്ചിടുക? അറബി വാക്കിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. കുഴിച്ചിടുക എന്നുള്ള അർത്ഥം എവിടുന്ന കിട്ടിയ അറിയോ? ആദം നബിന്റെ മക്കളെ കഥ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മൂത്ത മോനെ ഇളയ മോനെ കൊന്നു, എന്നിട്ട് ആ മയ്യത്തിന് എന്താക്കേണ്ടതെന്ന് അറിയില്ല. ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി. സഹോദരന്റെ ശവം എങ്ങനെയാണ് കുഴിച്ച് മൂടേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു ഒരു കാക്കനെ അയച്ചു കൊടുത്തു. അവിടെ അത് ഉപയോഗിച്ച വാക്കെന്താ അറിയോ? മയ്യത്ത് എങ്ങനെ ആക്കണം? കുഴി കുഴിച്ചിട്ട് കുഴിച്ചു മൂടുക. ആ വാക്കാ മോൻ ഉപ്പാനെ പറ്റി ചോദിക്കുന്ന റസൂലുള്ളാഹിനോട്. ഫമൻ യുവാരി, ആരാ കുഴിച്ചിടുക? എന്ത് വേണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ മൂത്താപ്പ, എന്നെ ജീവനേക്കാളും അധികം സ്നേഹിച്ച എന്റെ അബൂ താലിബ് മരിച്ചുപോയോ? ഓടിച്ചാടി പിടിച്ച അബൂ താലിബിന്റെ വീട്ടിലെത്തി മയ്യത്ത് പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫവാരി, ഇദ്ഹബ് ഫവാരി, അലി നീ പോയി നീ കവറടക്കിയിട്ട് വാ, ഞാനില്ല. എങ്ങനെ? ഇദ്ഹബ് ഫവാരി, നീ പോയി ഖബറടക്കം ചെയ്തിട്ട് വാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഒരു മയ്യത്തിന്റെ ഖബറടക്കത്തിന് നേതൃത്വം കൊടുക്കാനും സാന്നിധ്യം അറിയിക്കാനും എനിക്ക് അവകാശമുണ്ടെങ്കിൽ അത് മുവഹിദിന്റെ മയ്യത്തിന് മാത്രമാണ്. എന്റെ മൂത്താപ്പ അബൂ താലിബ് മുശ്രിക്കായി മരിച്ചിരിക്കുന്നു, ഞാൻ ആ വഴിക്കില്ല. ഇദ്ഹബ്, നീ പോയിക്കോളിൻ, ഫവാരി, നീ പോയി കുഴിച്ചിട്ടിട്ട് വാ. എന്തായിരുന്നു ഇത്രമാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് മരിച്ചപ്പോൾ അവഗണിക്കാനുള്ള കാരണം? മൂത്താപ്പ. ഖബറുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാ? ഷംസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? നിങ്ങൾക്ക് സീമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാ? എവിടുന്നോ കേട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ട് CM നഗർ. ഞാൻ ചോദിച്ചു എൻ്റെ പ്രിയ ചങ്ങായിമാരോട്, ഇവിടെ എന്താ സീമുമായിട്ട് ബന്ധം? CM നഗർ എന്ന് പേര് കിട്ടാൻ? അതേതോ മലപ്പുറംകാരനല്ലേ?
അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒപ്പിച്ച് ആളുകളെ ഒന്ന് മാനസികമായിട്ടൊന്ന് തയ്യാറാക്കിയിട്ട് പരിപാടി നടത്തുക. നമുക്കെന്താ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ചോരയാണ് അബൂ താലിബ്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തില്ല. മുശ്രിക്കായി മരിച്ചു. ഖബറടക്കാൻ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. എന്നാൽ ഈ അബൂ താലിബ് ആണെങ്കിലോ ഇതൊന്നും അറിയാത്ത ആളാണോ? വലഖദ് അലിംതു ബിഅന്ന ദീനിൽ ബരിയതി ദീനാ لولا الملامة أو حذار مسبة لوجدتني سمحا بذاك مبينا. മോനെ മുഹമ്മദേ, ഞാൻ നിന്റെ ആദർശം സ്വീകരിക്കുന്നില്ല, ശരി തന്നെ. പക്ഷേ വലഖദ് അലിംതു, തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ബിഅന്ന ദീന മുഹമ്മദി, ഈ മുഹമ്മദ് വന്ന് പറയുന്ന ദീനുണ്ടല്ലോ, മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന, ഈ ദുനിയാവിലെ മറ്റ് ദീനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായതാണെന്ന്. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട ഈ സത്യമനുസരിച്ചെങ്ങാനും ഞാൻ ജീവിക്കാനും പ്രഖ്യാപിക്കാനും തയ്യാറായാൽ, ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തി, ആളുകൾ എന്നെ ആക്ഷേപിക്കും, എന്നെ ചീത്ത വിളിക്കും, ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ വഴിവിട്ട് പുതിയത് സ്വീകരിച്ചെന്ന് പറയും, പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കും, അബൂ താലിബ് പുതിയ മതം സ്വീകരിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. മോനെ, ആ ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ വളരെ വ്യക്തമായി നീ പറയുന്ന ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നതായി നിനക്കെന്നെ കാണാമായിരുന്നു. പക്ഷെ ആൾക്കാർ പറയും, അതുകൊണ്ട് ഞാനില്ല. ഈ നാട്ടിലുണ്ടാവും അങ്ങനത്തെ 100 സലഫികളെ ഖുതുബയും പ്രസംഗവും ക്ലാസ്സും കേട്ടിട്ട് ഹക്കായി മനസ്സിലായിട്ടുണ്ടാവും. മൗലവിമാരെ ചില ഭീഷണിയിൽ പേടിച്ചിട്ടുണ്ടാവും. കവറടക്കൂലപ്പ, എന്താ ചെയ്യാ, മോക്ക് പുതിയാപ്പിളിനെ കിട്ടൂല, ആ ടെൻഷൻ. അത് ഈമാന്റെ കുറവാണ്, അത് വേറെ കാര്യം. അതായിരുന്നു അബൂ താലിബിന്റെ പേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പന്റെ കൈ പിടിച്ച് തടവി, മൂത്താപ്പ ഒന്ന് പറ, മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കറിയാലോ അതിന്റെ അപ്പുറത്ത് അബൂജഹലും ഉത്ബയും അടക്കമുള്ള ശിർക്കിന്റെ ജാറത്തിന്റെ ദർഗകളുടെ ഈ പറയപ്പെട്ട ജിന്നുകളുടെ മഹത്തുക്കളുടെ ആൾക്കാർ പിറകു നിർത്തി ചോദിക്കും, അതർഗബു അൻ മില്ലത്തി അബീക അബ്ദുൽ മുത്തലിബ്. ഈ ചെക്കൻ പറയുന്ന കേട്ടിട്ട് നീ നിന്റെ ബാപ്പ അബ്ദുൽ മുത്തലിബിന്റെ വഴി വിട്ട് പുതിയ സ്വീകരിക്കാൻ പോവാണോ? വഹാബ് സഖാഫി ചോദിച്ച പോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് പുതുതാകാൻ പോവാണ്, പെട്ടെന്ന് ലെഫ്റ്റ് ആയിക്കോന്ന് പറഞ്ഞിട്ട്. അതേപോലെ അബൂ താലിബ് അബ്ദുൽ മുത്തലിബിന്റെ ദീൻ വിട്ടിട്ട് നിങ്ങൾ മരിക്കാൻ പോവാ? ഈ ചെറുക്കൻ പറയുന്നത് കേട്ടിട്ട് അതർഗബു അൻ മില്ലത്തി അബീക അബ്ദുൽ മുത്തലിബ്. ആൾക്കാർ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ പാരമ്പര്യം നോക്കണ്ടേ? നിങ്ങൾ നാട്ടിൽ പിന്നെ തറവാടിയല്ലേ, വലിയ കുടുംബക്കാരനല്ലേ? നിങ്ങൾ പുതിയ മതം സ്വീകരിച്ച് മരിക്കാൻ പോവാണോ? ഇത് കേൾക്കുമ്പോ അബൂ താലിബ് ഉണ്ടാണ്ടിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്താപ്പ ആരും കേൾക്കണ്ട, ചെവിയിലൊന്ന് പറഞ്ഞിട്ട് മരിച്ചോളി, അള്ളാന്റെ കോടതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. എൻ്റെ മൂത്താപ്പ എൻ്റെ ചെവിയിൽ കലിമ പറഞ്ഞ് അംഗീകരിച്ചിട്ടാ പോയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്ര വലിയൊരു ആശ കണ്ടപ്പം വന്നു ജിബ്രീൽ. എനിക്ക് എപ്പോഴും ഈ ആയത്തല്ല ഓതുമ്പോൾ എന്താ തോന്നുന്നത്, ഈ മൗലവിമാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാ തോന്നുക. എന്താണാവോ ഖുർആനിൽ ഓതുന്നത്? അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. യാ റസൂലല്ലാഹ്, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നു? എന്തിനാ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്നു മുത്താപ്പാനോട്? എന്തിനാ ഇങ്ങനെ പറയാൻ നിൽക്കുന്നു? ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അതിനെ കൊണ്ടൊന്നും ഞാൻ ഹിദായത്ത് കൊടുക്കൂല. നിങ്ങളുടെ മൂത്താപ്പ അതുകൊണ്ട് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകത ഞാൻ കൊടുക്കൂല. വലാകിന്നല്ലാഹ, പക്ഷെ അല്ലാഹു തആല യഹ്ദീ മൻ യശാ, അവന് ഹിദായത്ത് കൊടുക്കുക അവൻ സെലക്ട് ചെയ്യുന്ന ആളുകൾക്കാണ്. അല്ലാണ്ട് ഒരു ബന്ധവും പറഞ്ഞ അടുത്തേക്ക് വരുമൊന്നും വേണ്ട. സലഫികൾ 1000 പ്രാവശ്യം പറയുന്ന വിഷയം ഇതാ. ഒരു ബന്ധവും നമ്മൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നില്ല, ഒരു കെയർ ഓഫ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നസീബാക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി അതിനെ സംരക്ഷിക്കാൻ മെനക്കെട്ടുകൊള്ളുക. ഒരാളും രക്ഷപ്പെടുത്താൻ വരൂല. അയച്ചിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഅൻദിർ അശീറതകൽ അഖ്റബീൻ,
നബിയെ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തോളൂ, അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തോളൂ. സഫ മലയുടെ മുകളിലേക്ക് ഓടിക്കയറി വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മഅ്ശറ ഖുറൈശ്, യാ മഅ്ശറ ഖുറൈശ്, ഏ ഖുറൈശ് കൂട്ടമേ, ഇശ്തറൂ അൻഫുസകും മിനല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ തടിയെ സൂക്ഷിച്ചോളിൻ, രക്ഷപ്പെടുത്തിക്കോളിൻ, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിക്കോളിൻ. ഒരു ഖതീബും കൂടെ വരൂല, ഒരു ശൈഖും വരൂല, ഒരു ജാറ കമ്മിറ്റിയും വരൂല. മരിച്ച മയ്യത്തുകളോട് ചോദിക്കാനും നേർച്ച വഴിപാടുകൾ നടത്താനും ഉറൂസുകൾ നടത്തി നിങ്ങളുടെ കാശ് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഒരാളും നിങ്ങൾ രക്ഷപ്പെടുത്താൻ വരൂല. ഇശ്തറൂ അൻഫുസകും മിനല്ലാഹ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ. ഞാൻ ഖുറൈശിയാണ്, ശരിയാണ്, ഞാൻ നിങ്ങളുടെ കുടുംബക്കാരനും ഗോത്രക്കാരനുമാണ്, അതുകൊണ്ടൊന്നും നിങ്ങൾ നാളെ രക്ഷപ്പെടാൻ പോകുന്നില്ല. എത്ര മനോഹരമായ വാക്കാണ്. നാളെ അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് ഞാൻ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണ്, എന്റെ തറവാട്ടിലാണ് നിന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊന്നും അള്ളാഹു സ്വീകരിക്കൂല. നിർത്തിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും വിളിച്ചില്ലേ, യാ അബ്ബാസ്, യാ അബ്ബാസ്, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പൃഥിവ്യനാണ്, റസൂലുള്ളാഹിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പാന്റെ സഹോദരനാണ്. ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ. അതൊന്നും പറഞ്ഞ ആഖിറത്തിലേക്ക് വരണ്ട, ഒരു ഉപകാരം ഞാൻ ചെയ്യൂല. യാ സഫിയ്യത അമ്മത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായിയായ സഫിയ, അബ്ദുൽ മുത്തലിബിന്റെ മോള്, റസൂലുള്ളാഹി തങ്ങളുടെ ബാപ്പയുടെ സഹോദരി. എത്ര വലിയ ബന്ധം, എത്ര വലിയ അടുപ്പം. സഫിയ, എന്റെ പ്രിയപ്പെട്ട മൂത്തമ്മ സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യൂല. നിങ്ങൾക്ക് തന്ന ഹിദായത്ത് നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളീൻ, എന്നെ നോക്കിയിട്ട് വരിക വേണ്ട. പിന്നെ ഏത് മൂലാനെ നോക്കാനായി ഇവർ പ്രസംഗിക്കുന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ എന്ത് ബന്ധത്തിൽ നിന്നോട് രക്ഷപ്പെടുത്തി കളയാന്നൊക്കെയാ പറയുന്നത്. വേറൊരുത്തം പ്രസംഗിച്ച നാട്ടിൽ സിഎം 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 എന്ന് പറഞ്ഞാൽ മതി, ആള് വന്നിട്ട് ജന്നത്ത് ഫിർദൗസിലേക്ക് ഉണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അവസാനം ആരെന്നറിയോ? ഈ ലോകത്തിനു വേണ്ടി അല്ലാഹു നിയോഗിച്ച, ഇനിയൊരു ഉമ്മയും ലോകത്ത് പ്രസവിക്കാത്ത, ഇതുവരെ ഇനി ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ലാത്തത്രയും പരിശുദ്ധനായ, ആകാശലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട, സ്വർഗത്ത് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വാതിൽ തുറക്കാൻ കാത്തിരിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളകത്ത് അവരുടെ സ്വന്തം ജീവനേക്കാളും അധികം അവർക്ക് വിലപിടിപ്പുള്ള മുഹമ്മദ് മുസ്തഫാന്റെ കരളിന്റെ കഷണം ഫാത്തിമാനെ വിളിച്ചു. യാ ഫാത്തിമ ബിൻത റസൂലില്ലാഹ്. ഉപയോഗിച്ച വാക്കുണ്ട് നിങ്ങൾ. ഏ ഫാത്തിമ എന്നല്ല, അല്ലാഹുവിന്റെ റസൂലായ, ആകാശലോകത്ത് ഭൗതിക ശരീരത്തോടെ സഞ്ചരിച്ച, ഉടമസ്ഥന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ചെന്ന് റബ്ബുൽ ഇസ്സത്തിനോട് സംസാരിച്ച് തിരിച്ചു വന്ന റഹ്മത്തുൽ ലിൽ ആലമീനായ ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ. കണക്ഷൻ പറഞ്ഞിട്ടാ വിളിക്കുന്നത്. സലീമിൻ മാലി മാ ശിഅ്തി. നിന്റെ ഉപ്പാന്റെ സ്വത്ത് എന്തെങ്കിലും വേണോ ചോദിച്ചോളീൻ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. ആഖിറത്തിൽ നിന്റെ ഉപ്പ നിനക്ക് ഒരു ഉപകാരം ചെയ്യൂല. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്നത് ആരെ കെയർ ഓഫിലോ അല്ല, ഒരുത്തൻ്റെ കെയർ ഓഫിൽ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം അതും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു, ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഒരു മനുഷ്യന്റെ കോലത്തിൽ. ഹദീസു ജിബ്രീൽ മഷ്ഹൂറാണ്, നിങ്ങൾ പരിശോധിച്ചാൽ മതി. അങ്ങനെ വന്ന് മുമ്പ് ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, മുട്ടുമുട്ടിനോട് ചേർത്തിരുന്നു. വവദഅ കഫൈഹി അലാ ഫഖിദൈ, അദ്ദേഹത്തിന്റെ തുടയിൽ രണ്ട് കൈകൾ വെച്ച് അതപോടെ മര്യാദയോടെ ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേരേ. അതെനിക്കും നിങ്ങൾക്കും വേണ്ടി ചോദിച്ചതാ. അല്ലാഹുവിന്റെ റസൂലിനെ അറിയായിട്ടൊന്നുമല്ല, ചോദിച്ചാക്കും അറിയാം, വന്ന ജിബ്രീലാണ്. അതാ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ ഉമർ അതദരി മനിസ് സാഇൽ. ഉമറേ, നിനക്കറിയോ വന്ന് ചോദിച്ച ആളാരാണെന്ന്? ഇല്ല റസൂലേ. അപ്പോൾ പറഞ്ഞു, ജിബ്രീൽ, ഹാദാ ജിബ്രീൽ അതാകും യുഅല്ലിമകും ദീനകും.
നിങ്ങൾക്ക് നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങളെ കേൾപ്പിക്കാനാ ചോദിച്ചത് ഇസ്ലാം എന്നാൽ എന്താണെന്ന്. ഇസ്ലാം എന്നാൽ എന്താണെന്ന ചോദ്യത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ 1 5 നേരം നിസ്കരിക്കലല്ല. നമ്മൾ അങ്ങനെ കണക്കൂട്ടി വെച്ചിട്ടുള്ളത്. നല്ല നിസ്കാരക്കാരനായാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഒരാൾ നിസ്കരിക്കുന്ന കണ്ടാൽ തന്നെ ഓ പക്കാ മുസ്ലിം. നോ, അല്ല അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യം പഠിപ്പിച്ചു, അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 1ാമത്തെ സ്റ്റെപ്പ്. 2 വതുഖീമസ് സ്വലാ, പിന്നെ നിസ്കരിക്കൽ. വതുഅതിയ സക്കാ, പിന്നെ സക്കാത്ത് കൊടുക്കൽ. വതസൂമ റമദാൻ, ഔൻ കഴിഞ്ഞ റമദാൻ വരുമ്പോൾ നോമ്പെടുക്കൽ. വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, അതും കഴിഞ്ഞിട്ട് പറ്റിയാൽ ഹജ്ജ് ചെയ്യൽ. നമ്മൾ തവളനെ പിടിച്ച പോലെയാണ്. ഫസ്റ്റ് തന്നെ ഹജ്ജ. ഓൻ ജാറത്തിന്റെ മുമ്പ് എണീച്ചിട്ടുണ്ടാവില്ല, ഓൻ്റെ തലമ ഇപ്പോഴും ജാറത്തിന്റെ പട്ടുണ്ടാവും, പക്ഷെ എത്തിയിട്ടുണ്ടാവും മക്കത്തെ ഹജ്ജ് ചെയ്യാൻ. ഒരു ഗുണവുമില്ല. അതുകൊണ്ടല്ലേ അറഫ മൈതാനിയിൽ അടിക്കപ്പെട്ടിരിക്കുന്ന തമ്പുകൾക്കുള്ളിൽ നിന്ന് സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗത്തിന് മൗലൂദിന്റെ റാത്തീബിന്റെ കുതുബിയ്യത്തിന്റെ വരികൾ ചൊല്ലാനും പാടാനും ഒരു കുറ്റബോധവുമില്ലാത്തത്രയും മനസ്സ് മരവിച്ചു പോയത് അർശിന്റെ അറഫയുടെ മൈതാനത്തെ തമ്പുകളില് മൗലൂദിന്റെ പാട്ടുപാടി ശിർക്കൽ വരികൾ പാടി ആളുകളുടെ ഹജ്ജിനെ ബാത്തിലാക്കി കളയുന്ന ധൈര്യം മൗലമാർക്ക് കിട്ടിയത് എവിടെയാണെന്നാണ് ചിന്തിക്കണം, അത് അന്വേഷിക്കണം. അത്ര വലിയ ധൈര്യം എങ്ങനെ അവരുടെ മനസ്സിലുണ്ടായത്? അതിന്റെ കാര്യം ഇതാ, ഷഹാദത്ത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്തു ആവാന്നായി. ശരിയാണ്, പിശാചിന്റെ ശൈത്താന്റെ ഏറ്റവും വലിയ ആയുധം എന്താ അറിയോ? ഷഹാദത്തിനെ ഒളിപ്പിച്ച് വെക്കലാണ്. നിസ്കാരക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. നിസ്കാരക്കാർ ഫജ്റിന്റെ ജമാഅത്തിന് 10 സഫ് 15 സഫ് പള്ളിയിൽ ആളുണ്ടാവും. അതും ശൈത്താന്റെ ഒരു വിഷയമുള്ള കാര്യമില്ല. പിശാചിന്റെ വിഷയം ഷഹാദത്താണ്, അഥവാ ഇസ്ലാമിന്റെ 1ാമത്തെ തൂൺ. അതെ, അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഏ അല്ലാഹ്, ഏ അല്ലാഹ്, ഖൽബ് കൊണ്ട് സത്യമാക്കി, എൻ്റെ ഹൃദയം കൊണ്ട് സത്യമാക്കി ഉറപ്പിച്ച് ധൈര്യത്തോടെ നാവ് കൊണ്ട് ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നിന്റെ മുന്നിൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അതാ അഷ്ഹദു എന്ന വാക്കിനർത്ഥം. ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. എന്ത് നഷ്ടം സംഭവിച്ചാലും, എത്ര വലിയ ആക്ഷേപങ്ങൾ കേട്ടാലും, ആരെത്ര വലിയ എങ്ങനെ കളിയാക്കിയാലും പരിഹസിച്ചാലും സാമ്പത്തിക നഷ്ടം വരും, കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും, എന്റെ പെൺകുട്ടികൾ ചിലപ്പോൾ പുതിയാപ്പള്ള കിട്ടാൻ താമസം വന്നു വരും. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ തകർച്ചയുണ്ടാവും. ഒന്നുമില്ലെങ്കിലും അവസാനം എന്റെ ശരീരത്തിൽ നിന്നും റൂഹെടുക്കപ്പെടുകയും ചെയ്തേക്കാം. അഥവാ നിനക്ക് ചെയ്യുന്ന ഈ കരാറിന്റെ പേരിൽ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. എങ്കിലും അഷ്ഹദു, ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരടി ഞാൻ പുറകോട്ട് പോവില്ല. 2 മണി തൂക്കം അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറാവൂല. ഒരു തൂക്കം, ഒരു കടുകിന്റെ തൂക്കം വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാവൂല. അഷ്ഹദു, എന്ത് കാര്യത്തിൽ? അൻ, തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓനാ പക്ക മുസ്ലിം. ആ 2 കലിമത്തുകളിൽ ഈ ഷഹാദ അള്ളാഹുവിന് കൊടുക്കലോടുകൂടെ ഓ മുസ്ലിമായി. എങ്കിൽ എന്താ ഷഹാദന്റെ അർത്ഥം? 2 വാക്കുകളാണ്. ഒന്ന് ലാ ഇലാഹ. ലാ ഇലാഹ, ഈ അടുത്ത പള്ളിയുള്ള ഖത്തീബിനോട് ചോദിച്ചു നോക്കിയാൽ ലാന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹന്റെ അർത്ഥം ഐ ലാമുൻ ലിനഫിയിൽ ജിൻസി, ഒരു വർഗത്തെ നഫി ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാമാണത്. അത് ഇലാഹിന്റെ കൂടെ പറയാനുള്ള കാരണം, ഇലാഹി എന്ന വർഗം മനുഷ്യർ ആരാധിക്കപ്പെടുന്നവരായി കാണുന്ന സർവ്വതും, വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ, അതാണ് ഇലാഹ്. ആളുകൾ ആരോടാണോ ദുആ ചെയ്യുന്നത്, ആരോടാണോ സഹായം തേടുന്നത്, അവലംബിക്കുന്നത്, പരമേൽപ്പിക്കുന്നത്, തവക്കുൽ ചെയ്യുന്നത്, ഉപകാരങ്ങളെ പ്രതീക്ഷിക്കുന്നത്, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നത്,
രോഗശമനത്തിന് വേണ്ടി ചോദിക്കുന്നത്, കടബാധ്യത തീർക്കാൻ ചോദിക്കുന്നത്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ സംരക്ഷണം ചോദിക്കുന്നത്, ഇത് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഇബാദത്തായ ചോദ്യങ്ങളാണ്. ഇതാളുകൾ അല്ലാഹു അല്ലാത്ത വസ്തുക്കളോടോ വ്യക്തികളോടോ ശക്തികളോടോ ചോദിക്കുന്നുവെങ്കിൽ അവകൾ ബാത്തിലായ ഇലാഹുകളാണ്. അങ്ങനത്തെ ഇലാഹെന്ന വർഗത്തെ മുഴുവൻ ഞാനിതാ എൻ്റെ മനസ്സിൽ നിന്നും എടുത്ത് പുറത്താക്കുന്നു. ലാ ഇലാഹ, അങ്ങനത്തെ ഒരു ഇലാഹുമില്ല. അതിൽ പെട്ടു, മലായിക്കത്ത് പെട്ടു, ജിന്നുകൾ പെട്ടു, അമ്പിയാക്കൾ പെട്ടു, സാലിഹ്യങ്ങൾ പെട്ടു, ജീവിച്ചിരിക്കുന്നവർ പെട്ടു, മയ്യത്ത് പെട്ടു, ജാറം, ദർഗ, അതേപോലെ കുപ്പി, തകിട്, ചക, അത് ഇത് മറ്റെല്ലാം പെട്ടു. അള്ളാഹ്ക്ക് പുറമെ എന്തൊക്കെ ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഉണ്ടോ അതിനെ മുഴുവനും മനസ്സിനുള്ളിൽ എടുത്ത് കളഞ്ഞു. ലാ ഇലാഹ, ഷഹാദത്തിന്റെ ഒന്നാം ഭാഗം ക്ലിയറായി, ആരുമില്ല. രണ്ടാമത്തെ റുക്കൻ എന്താണ്? ഇസ്ബാത്തുൽ ഖാസ്, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കളഞ്ഞ് അള്ളാഹുവിനെ മാത്രം സ്ഥാപിച്ചു. എന്നിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഷഹാദത്തിന്റെ ഒന്നാം ഭാഗം. ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, എനിക്കെൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ, സഹായം തേടാൻ, അഭയം പ്രാപിക്കാൻ, തവക്കുൽ ചെയ്യാൻ, ഉപകാരം തേടാൻ അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വസ്തുവില്ല, ഒന്നുമില്ല. എനിക്കെൻ്റെ അല്ലാഹു മാത്രം. അതാ അള്ളാഹു ചോദിച്ചേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു ഒരടിമക്ക് നമ്മൾ പറയുന്നു അല്ലാഹുവേ നീ തന്നെ മതി, നമുക്ക് വേറൊരാളും വേണ്ട. അത് പറയാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെട്ടത്. അത് പറയുകയും ചെയ്തു. എന്താ അതിന്റെ കാരണം? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, എനിക്കെന്റെ അള്ളാഹു മതിയെന്ന് കരാറ് ചെയ്ത് ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ദീനുൽ ഇസ്ലാം എന്ന രാജപാതയിലെ മെമ്പർഷിപ്പ് വാങ്ങി മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യ, ഞാൻ പറഞ്ഞു ശരിക്കും മനസ്സിലാക്കണേ, അബ്ദുള്ള എന്നുള്ള പേരുള്ളതിനെ കൊണ്ട് മുസ്ലിം ആവൂല. ഗവൺമെന്റ് ലിസ്റ്റിൽ OBC ആയാലും മുസ്ലിം ആവൂല, കട്ടാക്കിയാലും മുസ്ലിം ആവൂല. അതിപ്പോ എല്ലാവരും കട്ടാക്കാൻ തുടങ്ങി, യൂറോപ്യന്മാരൊക്കെ നേരത്തെ തുടങ്ങി. അവിടെ മുസ്ലിം ആവൂല. മുസ്ലിം ആവുമ്പോൾ എപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന് കരാറ് കൊടുത്താൽ അല്ലാഹ് മാറുന്ന പരിപാടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ബിലാൽ ഇബ്നു റവാഹിന്റെ കഥ എന്തിനാ? എന്താ ബിലാലിന്റെ പ്രത്യേകത? ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നബിദിനാഘോഷ പരിപാടിക്ക് പിള്ളേർക്ക് പാട്ട് പാടാനുള്ള വരും കവിതയാക്കി മാത്രം മാറ്റിയില്ലേ? കറുകറുത്ത ബിലാലിന്റെ മക്കയുടെ മണൽത്തുരുകളിൽ അന്ന് സഹിച്ച ത്യജിച്ച സഹനത, കടിച്ചിറക്കിയ വേദന, ശരീരത്തിന്റെയും മനസ്സിന്റെയും പൊള്ളുന്ന നൊമ്പരം, ആ കഥ എന്തിനുള്ളവരെ അള്ളാഹുവിന് കൊടുത്ത കരാറിനെ ധൈര്യത്തോടെ മുറുകെ പിടിക്കാൻ, ആവേശം തരാൻ. പാടി ബിലാൽ എന്ന പൂങ്കുയിൽ പാടാനല്ല, ബിലാലിന്റെ കറുപ്പ് വർണ്ണിക്കാനല്ല, ബിലാൽ ഇബ്നു റവാഹിന്റെ തറവാടില്ലായ്മ പറയാനുമല്ല. ആ നെഞ്ചിന്റെ ഉള്ളകത്ത് അല്ലാഹുവിന് കൊടുത്ത കരാറിനെ ഒരു കാരണവശാലും തെറ്റിക്കാതെ അദ്ദേഹം സഹിച്ച സഹനത മാതൃകയാക്കാൻ. അവസാനം ഉമയ്യത്ത് പറഞ്ഞെന്താ അറിയോ? അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉമയ്യത്ത് പറഞ്ഞു, ബിലാലെ ആരും കേൾക്കണ്ട, ഈ നേതാക്കന്മാര് കേട്ടാ മതി. ഈ നേതാക്കന്മാര് കേട്ടാ ലാത്തയാണ് ഉസ്സയാണ് വലുത് എന്ന് വെച്ചാൽ ലാത്ത ഷെയ്ഖ് ഉസ്സ ഷെയ്ഖൊക്കെയാണ് വേണ്ടത്, നമ്മൾ ഈ കാലത്ത് മടവൂരും ഉള്ളാളൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ മതി. ആരും കേൾക്കണ്ട. എന്താ അറിയോ? ഇല്ലെങ്കിൽ ഇവര് നാളെ പറയും, ഉമയ്യ എന്ത് മനുഷ്യൻ, ഒരടിമന്റെ മുമ്പിൽ ജയിക്കാൻ പറ്റാണ്ട് തോറ്റ പൊട്ടൻ എന്ന് എന്നെ പറയും. അതുകൊണ്ട് മേലക്കന്മാരെ കേട്ടാ മതി. അപ്പോഴാ ബിലാൽ പറഞ്ഞത്, എൻ്റെ നാവിലത് വരുന്നില്ല, എൻ്റെ നാവിൽ ആ വാക്ക് വരുന്നില്ല. എനിക്കിത് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഉമയ്യ, നീ ഇന്ന് രാത്രിയിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചെന്റെ ശരീരം പൊട്ടിച്ചു വ്രണമാക്കി, ഇന്ന് ചുട്ടുപഴുത്ത മണ്ണിൽ കിടത്തി ആ മണ്ണിൽ വാരി ആ മുറിവിരട്ടി എന്നെ വേദനിപ്പിച്ചു. അനങ്ങാതിരിക്കാൻ നെഞ്ചത്ത് പാറക്കല്ലും എടുത്തു വെച്ചു. അതിനേക്കാളും എനിക്ക് വലുത് ഞാൻ എന്റെ റബ്ബിന് കൊടുത്ത കരാറാണ്. ഒരു കാരണവശാലും പറയാൻ ഞാൻ തയ്യാറല്ല. അതാ വേണ്ട. ഇത് എന്തെങ്കിലും തലവേദന വന്നാൽ മതി, ഓടിക്കോടാ ഉള്ളാളത്തേക്ക്. നീ എന്ത് കരാറല്ലാക്കി കൊടുത്ത്?
ഭാര്യക്ക് വയറുവേദന വന്നാൽ മതി, ഓദിക്കോ സിയമിന് ഫാത്തിഹ. നിന്റെ ഷഹാദന്റെ അർത്ഥം എന്താണ്? നീ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുളെന്താണ്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മയ്യത്ത് തോറ്റു, പകരം അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? മക്ക വിജയത്തിന്റെ അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വിളി, ഐന ബിലാൽ. മക്കാര് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റൂമിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കാൻ എന്താ സംഭവിക്കാൻ പോകുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇപ്പം നമ്മളെ ചെയ്യുക, പിടിച്ച് കൊല്ലോ? അവരിങ്ങനെ താഴിട്ട് പൂട്ടിയിട്ട് നോക്കുക. അപ്പോൾ റസൂലുള്ളാഹിന്റെ വിളി, ഐന ബിലാൽ. ഏത് ബിലാലാണോ മുമ്പ് ഈ സ്ഥലത്ത് വെച്ച് ആട്ടിയോടിക്കപ്പെട്ടത്, ആ ബിലാലിനെ ഇസ്ലാമിൻ്റെ രാജാവ് വിളിക്കുന്നത്. എവിടെ ബിലാൽ? ആ കറുത്ത മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് വന്നു. ബിലാലേ, കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറൂ. നീ അമ്മീ കഅബയുടെ ചുറ്റുഭാഗം കേൾക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ, ഉറക്കെ ഉറക്കെ അല്ലാഹുവിന്റെ തക്ബീറിന്റെ വരികള് പറ ബിലാലേ. ബിലാൽ ചാടിപ്പറച്ച് കയറി കഅബയുടെ മുകളിലേക്ക് ഉറക്കെ വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏ മക്ക ഖുറൈശ് കൂട്ടമേ, ഒരു കാലത്ത് ഈ പ്രഖ്യാപനം ഞാൻ നടത്തിയപ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു, എനിക്ക് പൊള്ളലേൽപ്പിച്ചു, എന്നെ അടിച്ചവശരാക്കി. ഏത് റബ്ബിക്കാണോ ഞാൻ കരാർ കൊടുത്തത്, ആ റബ്ബ് ഇന്ന് എന്നെ രാജാവാക്കി കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി. അതാ പാഠം. അതുകൊണ്ട് സഖാഫിമാരും വഹാബിമാരൊന്നും വന്നിട്ട് അല്ല, വഹാബുമാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പം നമുക്കത് വലിയ കൂസറൊന്നുമല്ല. പിന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വന്നു പോകുമല്ലോ, അതാ നമ്മുടെ ടെൻഷൻ. ഉമയ്യത്തുമാരും അബൂജഹലുമാരും എന്ത് വന്നാലും നമുക്ക് എന്താ, നമ്മുടെ റസൂലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രശ്നം കരാറാണ്. അഷ്ഹദു അല്ലാഹ്, ഇതൊരു കരാറാണ്. എൻ്റെ കൽബിൽ നീയല്ലാത്ത ആരുമില്ല, ഒന്നുമില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടുകാരോട് ഞാൻ ചോദിച്ചോട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ? 70,000 ഇഷ്ടം പോലെ, എല്ലാ നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം പറയുന്നുണ്ടാവും. നിങ്ങളെ കൽബിൽ ആരൊക്കെയുണ്ട്? നിങ്ങളെ കൽബിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് നേതൃത്വം തരുന്ന ഉസ്താദിൻ്റെയും ഖത്തീബിൻ്റെയും കൽബിൽ ആരൊക്കെയുണ്ട്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇത് ഞാൻ വെറുതെ പാടി പറയുന്നല്ല കേട്ടോ, പോയി പരിശോധിച്ച് നോക്കിയോളി. അല്ലെങ്കിൽ ഖത്തീബിനെ പോയി ചോദിക്കും, എന്താ അയാൾ പാട്ട് പാടിനല്ലോ, എന്താ സംഭവം? യാ സയ്യിദി സനദി. ഖത്തീബ് ഇങ്ങനെ നോക്കിയിട്ട് ഓരോ, നീ ഇന്നലത്തെ പരിപാടിക്ക് ഉണ്ടായിനല്ലേ? ആ, അതായിരിക്കും മറുപടി. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി. എന്റെ നേതാവായവരെ, എന്റെ സഹായിയായവരെ, കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ശത്രുക്കൾക്കെതിരെ നിങ്ങൾ എന്നെ സഹായിച്ച് എനിക്കൊരു സഹായി ആകണമേ ശൈഖ് ജീലാനി അവറുകളേന്ന്. ഇത് വല്ലാഹി സുമ്മ വല്ലാഹി, ഹൃദയത്തിന്റെ ഉള്ളകത്ത് വിശ്വസിച്ചുകൊണ്ടാണ് ഖതീബോ ഖാദിയോ മുദരിസോ മുതഅല്ലിമോ മറ്റാരെങ്കിലുമോ പ്രസിഡന്റോ സെക്രട്ടറിയോ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആര് പാടിയതെങ്കിലും വല്ലാഹി നിന്റെ ഷഹാദത്ത് ബാത്തിലാണ്, നിന്നെ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. ഇല്ലെങ്കിൽ തെളിയിച്ചതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദർ യുദ്ധത്തിന്റെ തലേന്നത്തെ രാത്രിയിലെ കഥകൾ പ്രസംഗിക്കാറില്ലേ ഉസ്താദുമാര്, മോനമാര്? അല്ലാഹുവിന്റെ റസൂല് ഒരൊറ്റ ഇശാറയിൽ ചന്ദ്രനെ പിറപ്പാക്കാനുള്ള മുഅ്ജിസത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാ, വിരലുകൾക്കിടയിലൂടെ വെള്ളത്തുള്ളികൾ പ്രവഹിച്ചിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്നോണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിട്ട പാത്രത്തിന്റെ അപ്പം കുറയാതെ കറി കുറയാതെ പാത്രങ്ങൾ നിറക്കപ്പെട്ടിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്നോണം അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ പോട്ടെ, അതൊക്കെ പോവട്ടെ, ഒരു രാത്രിയിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല, രാത്രിയിലല്ല രാത്രിയുടെ ഒരു ഭാഗത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിൽ ചെന്ന് അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അപ്പുറത്ത് ചെന്ന് അതേ രാത്രിയിൽ തിരിച്ചു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നാളെ നടക്കാൻ പോവാണ്. എന്താ ചെയ്ത്? എത്ര അമ്പിയാക്കളുണ്ട് ഇതിന് മുമ്പിൽ? 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ കഴിഞ്ഞുപോയി. ആ പ്രവാചകൻ ആരെങ്കിലും വിളിച്ചോ? എത്ര വലിയ വലിയ മുഅ്ജിസത്തുകളുടെ അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, ആരെങ്കിലും വിളിച്ചു? അടുത്ത കാലഘട്ടക്കാരൻ ഈസാ നബി അലൈഹിസ്സലാം അല്ലേ, മരിച്ചാളെ ജീവിപ്പിച്ച ആളാണ്, എന്നിട്ട് വിളിച്ചോ?
إذ تستغيثون ربكم فاستجاب لكم أني ممدكم إذ تستغيثون ربكم ഏ നബിയേ നിങ്ങളും നിങ്ങളുടെ ന്യൂനപക്ഷം വരുന്ന അനുയായികളും ബദറിന്റെ രാത്രിയിൽ ആ ബദർ മൈതാനത്ത് വെച്ച് തസ്തഗീസൂന റബ്ബക്കും നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം ഫസ്തജാബ ലക്കും അവൻ നിങ്ങൾക്ക് ഉത്തരവും തന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേസമയത്ത് ഇത് യാ സയ്യിദി സനദി ശത്രുക്കളപ്പുറത്ത് നിൽക്കുമ്പോഴല്ല സഹായം ചോദിക്കുക ശത്രുക്കൾക്കെതിരെ. മുഹമ്മദ് മുസ്തഫ എന്ന ഷഹാദത്ത് പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് ആർക്കാണോ കരാറ് കൊടുത്തത് അവനോട് ചോദിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ആ കരാറ് ബാത്തിലാക്കി മഖ്ലൂഖാത്തിനോട്, മയ്യത്തുകളോട്, ആരെന്ന് പോലും അറിയാത്ത കല്ലിനോട്. ഒരു അധപ്പതരെന്ന് ആലോചിച്ച് നോക്കിയേ. ആരാന്ന് പോലും അറിയില്ല, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. പേര് അബ്ദുള്ള, അത് നമുക്കും പറയും നിങ്ങൾക്കും പറയും അബ്ദുള്ള, അള്ളാന്റെ അടിമ അബ്ദുല്ലാഹി വലിയുപ്പാപ്പ. പേരങ്ങനെ എല്ലാവർക്കും കൂടാ. ആയിഷുമ്മാമ, ഖദീജുമ്മാമ, വലിയുല്ലാഹി അവറുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് അള്ളാഹു കൊടുക്കുന്ന ഒരു കരാറാണ്. ഒന്നും ഉണ്ടായിക്കൂടാ. ഇത് എത്ര ആൾക്കാരാ മനസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിന്റെ പൊരുൾ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഏ അല്ലാഹ് എനിക്ക് നീ ഹിദായത്ത് നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ. എന്ത് ഹിദായത്താ റസൂലുള്ളാഹിക്ക് കിട്ടാനുള്ളത്? ഇനി എന്താ കിട്ടാനുള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഹിസാബും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന ആൾക്കാരെ കാത്തിരിക്കും. ആ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ അബുൽ ബഷർ ആദമുണ്ട്, നൂഹുണ്ട്, ഇബ്രാഹിമുണ്ട്, എല്ലാവരും ഉണ്ട്. കാത്തിരിക്കുന്ന ആരെയാണ്? അവിടെ ഷഫാഅത്തിൽ കഴിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളെ മുജാഹിദികൾ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞോ കളവ് പറഞ്ഞല്ലേ? അടികൊള്ളാത്തതിന്റെ കുറവല്ലേ? പച്ചവട വിട്ടല്ലേ? നമുക്ക് എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റിയ, പരിഗണിക്കാൻ പറ്റിയ? അമ്പിയാക്കൾ കാത്തിരിക്കുക സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിനെ. ആ റസൂലിന്റെ മുജാഹിദികൾ വേണ്ടാന്ന് വെക്കുന്നോ? ചീത്ത പറയുന്നോ? അത് വിശ്വസിക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടല്ലോ പ്രിയപ്പെട്ട നാട്ടുകാരെ. നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? ഇതൊന്ന് നോക്കി നിങ്ങൾ. ഈ സാധനം ഇത് ഫ്രീക്ക് ഫാൻസി പോയിട്ട് വാങ്ങി ഫിറ്റാക്കിയൊന്നുമല്ല. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണുങ്ങളുടെ മുഖത്ത് തരുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. നിങ്ങൾ ഈ പറഞ്ഞ വഹാബ് സഖാഫിന്റെ അനുയായികളൊന്ന് പരിശോധിച്ച് നോക്കി എത്ര ഈ സാധനം ഉണ്ടാവും. മുത്തല്ലിമീങ്ങൾക്കല്ല കേട്ടോ, അവർക്കുണ്ടാവും. അതൊരു ഇതല്ലേ, തലക്കെട്ടും കന്തൂറിയും പിന്നെ നാടുപടിയോ, അങ്ങനെ ശരിയാവുക? അതുണ്ടാവും. അനുയായികൾക്ക് ജുമുഅക്ക് ഖുതുബ കേൾക്കാൻ വേണ്ടി മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് മഹല്ലുവാസികളുടെ എത്ര പേരുടെ മുഖത്ത് ഈ സാധനം ഉണ്ടാവും? എന്തേ ഇല്ലാത്തത്? എന്തേ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാത്തത്? ഖുതുബയിൽ എന്തേ അത് പറയാത്തത്? താടി വടിക്കൽ ഹറാമാണെന്നും അത് മുഹമ്മദ് മുസ്തഫാന്റെ സുന്നത്തിനെ കൊന്നുകളയലാണെന്നും അള്ളാഹ്ക്ക് വെറുപ്പുള്ള സംഗതിയാണെന്നും എന്തേ മിമ്പറുകൾ പറയാത്തത്? എന്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട മുവഹിദുകളെ, നിങ്ങളെ കൂട്ടത്തിലും ആരെങ്കിലും ഇത് വടിക്കുന്നവരുണ്ടെങ്കിൽ ജാഗ്രത. ആഖിറത്തെ സൂക്ഷിച്ചോളിൻ, അള്ളാഹുവിന്റെ കോപത്തെ സൂക്ഷിച്ചോളിൻ. ന്യായീകരിക്കാം. അള്ളാഹിന്റെ മുമ്പിൽ ആ ന്യായമൊന്നും പറയാൻ പറ്റൂല. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. താടി നീട്ടാൻ അതാ റസൂലുള്ളാഹിനുള്ള. അല്ലാണ്ട് ഈ ഇത് കെട്ടലല്ല, അതിന് മുജാഹിദിനെ കിട്ടില്ല. റബീഉൽ മാസം വരുമ്പോൾ തോരണം കെട്ടി 2 ദഫ് മുട്ടി പാട്ട് പാടിയിട്ട് നമ്മുടെ നബി അവർ ആരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബിയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ട് മദീനത്ത്. വൈകുന്നേരമായി പോയിട്ട് ഉറങ്ങി. മഗ്രിബുല്ല, ഇശാഉല്ല, സുബ്ഹുല്ല. ഇതിന് മുജാഹിദ് വരൂല, സലഫിനെ കിട്ടൂല. അത് മുഹബ്ബത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് നമ്മളെ കിട്ടൂല. അതിന് റസൂലുള്ളാഹി തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗം അൽ ഇത്തിബാ. എന്റെ നബി അങ്ങനെയാവലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച പോലെ, റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്രകാരം പോലെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അടുക്കളയും മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹബ്ബ. അതിന്റെ പേരാ ഇത്തിബാ, അല്ലാണ്ട് പാട്ടുപാടലല്ല.
അത് ശരി. വഹാബ് സഖാഫി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. മുഹബത്ത് എന്ന് പറഞ്ഞാൽ നബിദിനം വരുമ്പോൾ 10 ചെമ്പിൽ ബിരിയാണി വെക്കണം, ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പന്തൽ കെട്ടണം, പിന്നെ പിള്ളേരെ പാട്ടും പരിപാടിയിലുണ്ടാകണം, വൈകുന്നേരം ജഗ്ഗും ഗ്ലാസും സമ്മാനം കൊടുക്കണം. ഇന്നത്തെ ഈ വർഷത്തെ ഹുബ്ബുർ റസൂലായി അൽ ഫാത്തിഹ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹബത്തിന് കാണാം. അതിന് ആ കപടതക്ക് സലഫിനെ കിട്ടൂല, ആ കാപട്യത്തിന് സലഫികൾ ഉണ്ടാവൂല. അത് നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സലഫ് സാലിഹ് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, താബിഈകൾ പഠിപ്പിച്ചില്ല, തബഉ താബിഈകൾ പഠിപ്പിച്ചില്ല. ഒരു മുഫസ്സിറും ഒരു മുഹദ്ദിസും ഒരു മുജദ്ദിദും നമുക്ക് ഈ മാതൃക കാണിച്ചിട്ടില്ല. അവരെ കാണിച്ചത് ജീവിതത്തിൽ സുന്നത്തിനെ മുറുകെ പിടിച്ച ഇത്തിബാഉം മുഹബ്ബത്തുമാണ്. അത് നിങ്ങൾ ഈ ഇരിക്കുന്ന സലഫികളുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ അത് പറ്റും, പക്ഷേ കേൾക്കുന്നോൻ കമസലിൽ ഹിമാർ എന്ന് അല്ലാഹു പറഞ്ഞ പോലെ ആവരുത്. അതൊരു അപേക്ഷയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളായിട്ട് എന്താ പറയാ, കഴുതക്ക് അതന്നെ. ഓ, അതെങ്കിലും ഒരുപോലെ ആയല്ലോ. കഴുതയെ പോലെയാവരുത്, പോത്തിനെ പോലെയാവരുത്, എരുമകളെ പോലെയാവരുത്. മനുഷ്യരായിട്ട് കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ. അല്ലാഹ്, ഞാൻ നിന്നോട് ഹിദായത്തിനെ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിൽക്കുക, ശഫാഅത്തിൽ കിടക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് മുമ്പ് വന്നു. അന അവ്വലു മൻ അത്റുഖു ബാബൽ ജന്ന, വാതിൽ മുട്ടി സ്വർഗ്ഗത്തിന്റെ. അതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും, മൻ അൻത്, ആരാ സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടിയത്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പറയപ്പെടും, ബിക ഉമിർത്, നിങ്ങൾ വന്നാലേ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കാവൂ എന്ന് എന്നോട് കൽപ്പന കിട്ടിയിട്ടുണ്ട്. തുറക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സ്വർഗ്ഗത്തിൽ പോവും, എന്നിട്ട് ഉപ്പ ആദം പോവും. അതാ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ ചോദിച്ചത്? ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ ചോദിച്ചോളാം. അല്ലാഹുവിനോട് ഹിദായത്ത്. അള്ളാഹിനോട് മൊയ്‌ദി ശൈഖിനെ ചോദിച്ചൂടാ. മൊയ്‌ദി ശൈഖിനോട് ചോദിച്ചാൽ നിന്റെ ഷഹാദത്ത് ബാത്തിൽ. ഗവൺമെന്റ് ലിസ്റ്റിൽ ഓഫീസിൽ ഇപ്പോഴും നീ ഉണ്ടാവും, പാസ്പോർട്ടിൽ ഇപ്പോഴും അബ്ദുല്ലാ ഹാജി അവരുടെ പേരുണ്ടാവും, അള്ളാഹുവിന്റെ ലിസ്റ്റിൽ പേരുണ്ടാവില്ല. ഷഹാദത്ത് ബാത്തിലായി. എന്താ പാടിയത്? بصير فؤادي صراطا أنت سالكه والله أعطاكه وأنت مالكه ونجني من لظى فيها مهالكه سلطان كل ولي محي الدين. ഇനി വഹാബി അല്ല, വഹാബ് ഇത് പേരങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവാണ്. വഹാബി നമ്മളല്ലേ. വഹാബ് വന്നിട്ട് പറയും അത് മുജാഹിദിന്റെ പിന്നെ എന്താ പ്രിന്റിംഗ് പ്രസ് നിന്ന് പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ട് പാടി, നമ്മൾ ഉത്തരവാദിയല്ല. അത് ശീലമാണ്, കളവ് പറയലും പറ്റിക്കലും ഒക്കെ അവിടെ അതായിരിക്കും പറയാ. ഇത് ഖുതുബിയത്തിന്റെ വരിയ, റാത്തീബിന്റെ വരിയ. ഇത് ബസിറു ഫുആദി സിറാതൻ അൻത സാലികുഹു, അങ്ങ് ഏത് സന്മാർഗത്തിന്റെ പാതയിലാണോ പ്രവേശിച്ചത് ആ വഴി എന്റെ കൽബിന് നിങ്ങളൊന്ന് കാണിച്ചു തരണമേ. വല്ലാഹു അഅതാകഹു, ഞാൻ അങ്ങയോട് ഈ ഹിദായത്ത് ചോദിക്കാനുള്ള, നേർമാർഗം ചോദിക്കാനുള്ള കാരണം അല്ലാഹു അഅതാകഹു, അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വ അൻത മാലികുഹു, നിങ്ങളാണ് ആ ഹിദായത്തിന്റെ ഉടമസ്ഥൻ, മുതലാളി. അതുകൊണ്ട് എന്നെ ഹിദായത്തിലാക്കണേ എന്ന് ശൈഖ് ജീലാനിയോട് ദുആ ചെയ്യുന്നുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുടിപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിച്ചു കൊള്ളുക. നിന്റെ ഷഹാദത്ത് ബാത്തിലാണ്. നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വെറും വാക്കാണ്. ആകാശങ്ങൾക്കപ്പുറത്ത് അർശിൽ അത് എത്തിയിട്ടില്ല. നിന്നെ സൃഷ്ടിച്ച റബ്ബ് മുസ്ലിമായി പരിഗണിച്ചിട്ട് പോലുമില്ല. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഹാജിയായിട്ട് ഉംറക്ക് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം പ്രശ്നം ഇവിടെ പറ്റി. ഒന്നാമത്തെ പൊട്ടി, ഒന്നാമത്തെ മെയിൻ തൂണ് പാളീസായി. അതിന്റെ അപ്പുറത്ത് എത്ര വലിയ തൂണ് വെച്ചിട്ടും കാര്യമില്ല. വളരെ വലിയ വലിയ അപകടങ്ങൾ ഒളിയിരിക്കുന്ന ലദാ എന്ന നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ. സുൽത്താന കുല്ലി വലിയൻ, എല്ലാ വലിയിന്റെയും സുൽത്താനായി വിഹരിക്കുന്ന ശൈഖ് ജീലാനി അവറുകളെ.
ഇത് കൃഷ്ണകുമാറിന്റെ പാട്ടല്ല പറഞ്ഞ്, പള്ളിയിലെ ഖത്തീബ് പാടുന്ന പാട്ടായി പാടിയത്. ജോസഫേട്ടൻ ചർച്ചിൽ പോയിട്ട് പാടിയ പാട്ടും അല്ല പാടിയത്. ഖാദിയാര് പച്ച ഷാളും വെച്ചിട്ട് പാടിയ പാട്ടായി പാടിയത്. നരകത്ത് നിന്ന് എന്നെ കാക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങളുടെ വിശ്വാസം? ഏതാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം? അതേ സമയത്ത് അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിയാറുകൾ. എത്ര നല്ല വാക്ക് അല്ലാഹു പറഞ്ഞു. ആ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എൻ്റെ അടിയാറുകൾ, എൻ്റെ അടിയാറുകൾ, എൻ്റെ മുന്നിൽ ഓച്ചാണിച്ച് പഞ്ചപുച്ഛമടങ്ങി നാഥ എന്നെ വിളിക്കുന്ന എൻ്റെ അടിയാറുകൾ ഇബാദുർ റഹ്മാൻ. അവർക്ക് ചില ഗുണങ്ങളുണ്ട്. അതിലൊന്നെന്താന്നറിയുമോ? അവര് പറയും എന്നോട്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഏ റബ്ബേ നരകത്തിന്റെ അദാബിനെ നമ്മളെ തൊട്ട് നീ നീക്കിക്കളയണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, നരകത്തിന്റെ അദാബ് കൈപ്പുള്ളതാണ്, എനിക്കത് താങ്ങാൻ കഴിയൂല, നീ എന്നെ അതിൽ പ്രവേശിപ്പിക്കരുത്, എന്നെ കാത്തുകൊള്ളണേ അല്ലാഹു എന്ന് നരകത്തെ സൃഷ്ടിച്ച നരകത്തിന്റെ മാലിക്കായ റബ്ബായ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവനാണ് ഇബാദുർ റഹ്മാൻ. എങ്കിൽ ശൈഖ് ജീലാനിയോട് നരകമോചനം ചോദിക്കുന്നവൻ ഇബാദുർ റഹ്മാന്റെ ലിസ്റ്റിൽ പെടൂല. അത് ക്വാളിറ്റി ഉള്ളവരാ ഇബാദുർ റഹ്മാൻ. ഇങ്ങനത്തെ ചീപ്പുകൾ പറ്റൂല. അങ്ങനെ ജീവിതകാലം മുഴുവൻ അള്ളാഹിനോട് നരകത്തിൽ നിന്ന് കാവൽ തേടിയിട്ട് ജീവിച്ച് മരിച്ചൊരു മഹാൻ, എന്നിട്ട് അയാളോട് ചോദിക്കാം നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ. ഇത് പരിപാടിയത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹുവിന് കൊടുത്ത കരാർ. ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കാനുള്ളത്, മക്ക മുശ്രിക്കീങ്ങൾ ഇത് കേട്ടപ്പോ എന്തിനാ ദേഷ്യം പിടിച്ച്? റസൂലുള്ളാഹി തങ്ങൾ കയറിയിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, മലമുകളിൽ കയറിയിട്ട്. ഖുറൈശികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അവങ്ങനെ പല്ലു കടിച്ച് കൈ മുടിച്ച് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ, എന്തിനായിരിക്കും അത്? ഇന്നെന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം പിടിക്കുന്നു? ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. വഹാബ് സഖാഫികളെ ശരിക്കും പറഞ്ഞ ദേഷ്യം പിടിക്കുന്നുണ്ടാവും നമ്മളെ വർത്താനം കേൾക്കുമ്പോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളിപ്പോൾ വേറെന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും കുടുംബകാര്യം പറഞ്ഞു, ഏതെങ്കിലും വ്യക്തികളുടെ എന്തെങ്കിലും തെറ്റുകൾ എടുത്തു പറഞ്ഞു, നമ്മളെ പണിയല്ലല്ലോ അത്. നമ്മൾ എന്താ തെറ്റുകളിൽ നിന്ന് സുരക്ഷിതരാണോ? അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അതല്ല ആർക്കും എപ്പോഴും എങ്ങനെ സംഭവിക്കാം. അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. വന്നതൊക്കെ അള്ളാഹു അവന്റെ ഫദ്ൽ കൊണ്ട് മാപ്പാക്കി തരട്ടെ. നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആദർശം പറയുമ്പം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പം, ഖുർആൻ ആയത്തോതിട്ട് പറയുമ്പം, അള്ളാഹിന്റെ ഹബീബിന്റെ താരീഖ് പറയുമ്പം, ഇതെന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എന്തിനാ നമ്മള് പിന്നെ കേൾക്കണ്ട? വാട്സപ്പ് ഒരു തങ്ങൾ പറഞ്ഞെന്താ അറിയോ, ഇവരൊന്നും കേറിയ ബസ്സിൽ വരെ കയറിക്കൂടാന്നാ പറഞ്ഞു. അതൊക്കെ വല്ലാത്തൊരു പേടിയുടെ വാക്കാണ്. അഥവാ കേറിയാൽ തന്നെ സലഫിനെ മുമ്പ് പോയിട്ട് നിന്നോളണം, ബാക്കിൽ നിൽക്കാൻ പാടില്ല. കാരണം കാറ്റ് മുമ്പ് ബാക്കോട്ടല്ലേ വരിക. അപ്പൊ ആദ്യം സലഫിക്ക് കൊണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് കൊണ്ടാൽ, ഇതൊന്ന് ഇടക്കിടക്കൊന്ന് പൊക്കി നോക്കണം എന്താ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇത് എൻ്റെ തൊപ്പി. ഇങ്ങനെ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് കയറിട്ട് ഇങ്ങനെ സലഫിക്ക് കൊണ്ട കാറ്റിങ്ങനെ ബാക്കോട്ട് വന്നിട്ട് എനിക്ക് കൊണ്ടാൽ ഞാൻ ആരായിപ്പോ? എന്തിനാ ഇത്ര വലിയ പേടിപ്പാ? സെൽഫികൾ എന്താ കൊലയാളികളാ? നിങ്ങളങ്ങനെ പറയുമല്ലോ, അവര് തീവ്രവാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിപ്പം പോലീസുകാർക്കും മനസ്സിലായി ആരാ സെൽഫികൾ, ആരാ ഈ പറയുന്നവര്, ആർക്കാ പ്രശ്നം എന്നുള്ളത്. നമ്മുടെ രാജ്യത്തുള്ള നിയമപാലകര് പൊട്ടന്മാരാ. ലോകത്തെടുത്ത് നോക്കിയ ഇന്ത്യ രാജ്യത്തിന്റെ പോലീസ് സേന ടോപ്പ് നമ്പറിൽ വരും. ഓരോരുത്തരും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ കൈമേലുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ബാക്കി പോയിട്ട് പറയുമ്പോ അങ്ങനെ പിടിച്ചോണ്ടോക്കും. അങ്ങനെ അല്ല പണ്ട് കാലത്ത്. പിന്നെന്തിനാ ഇത്ര പേടി? ബാർബർ ഷോപ്പിലും കയറണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ സെൽഫികൾക്ക് മുടി വെട്ടി കൊടുക്കണ്ട, മുടി വെട്ടി കഴിയുമ്പോക്ക് വെട്ടുന്നോ സെൽഫി ആയിട്ടുണ്ടാവും. അതാ നമ്മളെ പിള്ളേരെ ക്വാളിറ്റി. തിരിഞ്ഞ നമ്മളെ പള്ളിയിൽ വരുന്ന, നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന, ഖുതുബക്ക് വരുന്ന 20-25 വയസ്സുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിങ്ങളെ മൗലാനമാരെ ഇരുത്തിയിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞു തരും. അല്ലാഹുവിന്റെ തക്ബീർ പറയും. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. നിന്റെ റബ്ബിന്റെ വലിപ്പം പറയുക, അല്ലാഹുവിന്റെ മഹത്വം പറയുക. നമ്മളുടെ ചെറിയ കുട്ടികൾ, മദ്രസ വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുവത്ത് പറഞ്ഞു തരും.
ഖുദ്റത്ത് മനസ്സിലാക്കി തരും. ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ വലുപ്പം പറഞ്ഞുതരും. നമ്മളെ പിള്ളേര് കാരണം എന്താ അറിയോ, അവര് ജനിച്ച മുതൽ കേൾക്കുന്ന അള്ളാനെ പറ്റിയാണ്, CM-ആയ മജ്നൂനെ പറ്റി എല്ലാവരും കേൾക്കുന്നത്. അറിയോ, നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും കേൾപ്പിക്കുന്നത് ഉടമസ്ഥന്റെ കഥകളാ, CM-ന്റെ പൊട്ടക്കഥകളല്ല. CM-ന് ട്രെയിനിനോട് ദേഷ്യം, ഇനി ഓടണ്ടാണ് പാവം ട്രെയിൻ, പിന്നെ ഓടുന്നില്ല. ഇതെങ്ങനെ? പിന്നെ ഒരുത്തന് CM-ന്റെ മുരീദുണ്ട് പ്ലെയിനിൽ, CM-ന് ഇഷ്ടപ്പെട്ടില്ല. പ്ലെയിൻ അങ്ങനെ തകരാറാൻ പാടുണ്ടോ? ഞാൻ ഇറക്കിത്തരാം. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വന്ന് എന്നിട്ട് പ്ലെയിനിൽ പിടിച്ച് റൺവേയിൽ ഇറക്കിയെന്ന്. ഞാൻ കഴുതല്ല എന്തായാലും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് 2 കാലുണ്ട്, മനുഷ്യന്റെ മുഖമുണ്ട്. നമ്മളെ പിള്ളേർ പഠിക്കുന്ന അള്ളാഹുവിനെ പറ്റിയാണ്. 4 മണിക്കൂർ പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ഏതോ കാട്ടിനുള്ള മയ്യത്തിൻ്റെയും പിന്നെ 3 വെറ്റുമ്മാൻ്റെയും മറ്റോ ഈ കഥകൾ മാത്രമാണ്. നമുക്കതില്ലാന്ന്. അള്ളാഹുവിനെ കേൾപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്ത ഓർഡർ പ്രകാരം ഇത് പറഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് താങ്ങിയില്ല, സഹിച്ചില്ല. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ട് അവർ ചോദിച്ചു, ഇന്നാ ലതാരികു ആലിഹതനാ ബിശാഇരിൻ മജ്നൂൻ. ആൾക്കാർക്ക് ഇത് കണക്ട് ആവുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നേതാക്കന്മാർക്ക് സംഭവം മനസ്സിലായി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. കഅബാലയത്തിന്റെ മുറ്റത്തുള്ള ദർഗകളിലേക്ക് പിന്നെ ആൾക്കാർ വരൂല, അവിടുത്തെ നേർച്ചയിൽ നടക്കൂല, ഇനി ആ പണ്ടാരം നിറയൂല. ഏറ്റവും വലിയ ദേശം ആർക്കെന്നറിയോ? ആർക്കാ? തങ്ങൾ ഉപ്പാപ്പ അബൂലഹബിന്. അബൂലഹബ് തങ്ങൾക്ക് ഏറ്റവും വലിയ ദേഷ്യം വന്ന്. കാരണം അബൂലഹബ് തങ്ങൾ അന്ന് കഅബാലയത്തിലെ പൂജാരിയാണ്. കഅബാലയത്തിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം, ശിർക്കൻ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളിയാണ് ഈ അബൂലഹബ്. എന്താ പണി? താരീഖ് വായിച്ചു നോക്കിക്കൊള്ളുങ്ങൾ. കാബന്റെ മുറ്റത്തുള്ള വിഗ്രഹങ്ങളുടെ അഥവാ വലിച്ചു മൺമറഞ്ഞു പോയ ഇബ്രാഹിം നബിന്റെ ഉണ്ട്, ഇസ്മായിൽ നബിന്റെ ഉണ്ട് ജാറങ്ങൾ. ഇന്ന് കടന്നിട്ട് അന്ന് നിന്നിട്ട് എത്ര വ്യത്യാസമുള്ളൂ. ഓരോ കഥകൾ പറഞ്ഞോളൂ. ഇത് ഇങ്ങനത്തെ ആളാണ്, ഇവിടെയാണ് പെണ്ണുങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുന്നത്, ഇവിടെയാണ് കച്ചവടത്തിന് ബർക്കത്ത് കിട്ടുക, ഇവിടെയാണ് പിന്നെന്താ ഈ പറഞ്ഞ പോലെ വിമാനം ഇറക്കി തരിക, ഇവിടെയാണ് ഇലകൾ സ്വർണ്ണമായി കിട്ടുന്ന സ്ഥലം. അങ്ങനെ 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 പണ്ട് നമ്മൾ മായാവ് കഥയിൽ വായിച്ച പോലെ, കുട്ടൂസന്റെയും മായാവിൻ്റെയും കഥ. ഇങ്ങനെ പറയുക, ആൾക്കാരെ പ്രേരിപ്പിക്കുക. അവനിങ്ങനെ വന്ന് നേർച്ചയാക്കി ഒട്ടകം, സ്വർണ്ണനാണയം, മധും ഇതുമെല്ലാം ഇട്ടിട്ട് ദുആ ചെയ്തിട്ട് പോകും. അബൂലഹബ് തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇവരില്ലത് ഇടുമ്പോൾ. അവർ യാത്രക്കാരല്ലേ, വന്ന് എല്ലാം കഴിഞ്ഞ് യാത്രയും കഴിഞ്ഞ് പോയി. തങ്ങൾ എന്ത് ചെയ്യും? തങ്ങൾ മീൻസ് അബൂലഹബ് തങ്ങളെ ഞാൻ പറയുന്നിട്ട് എടുത്ത് തങ്ങൾ ദേഷ്യം പിടിച്ചല്ല. അബൂലഹബ് തങ്ങൾ ആ തങ്ങൾ എന്ത് ചെയ്യും? ഇതെല്ലാം എടുത്തിട്ട് സ്വന്തം പത്തായത്തിലേക്ക് അങ്ങ് കയറ്റും. അങ്ങനെ കോടീശ്വരനായി ആളുകളെ പറ്റിച്ച നേർച്ച പൈസയും കട്ട് സുഖലോലുപനായി നിൽക്കുന്ന സമയത്തുണ്ടാ അനിയന്റെ മോൻ പറഞ്ഞ മുകളിൽ കയറിയിട്ട് പറയുന്നു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാളുകൾ മനസ്സിലാക്കിയാൽ പ്രശ്നമാണ്. അറബികളാണ് അവർ, അറബികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഉള്ളിൽ അതിന്റെ അകക്കാം അവർക്ക് ബോധ്യപ്പെടും. അബൂലഹബിന് ദേഷ്യം വന്നു, ഓടി വന്നു. നശിച്ചുമാവട്ടെ മുഹമ്മദേ, ഇത് പറയാൻ വേണ്ടിട്ട് വിളിച്ചു കൂട്ടിയത്. പിതാമഹന്മാര് പറയാത്ത, ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത പുതിയ വാദവും കൊണ്ട് വന്നിരിക്കുക നാട്ടില്. നമ്മുടെ ഐക്യം തകർക്കാൻ, ഉപ്പാനി മക്കളെയും വേറെയാക്കാൻ, ഭാര്യയും ഭർത്താവിനെയും വേറെയാക്കാൻ, കുടുംബങ്ങളെ അകറ്റാൻ വഹാബ് പറഞ്ഞ അതേ വാക്ക്, വഹാബുമാർ പറയുന്ന അതേ വാക്ക് അന്ന് അബൂലഹബ് പറഞ്ഞത്, അവരുപ്പാപ്പ പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാ വന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെഞ്ച് പടഞ്ഞുപോയി. കാരണം സ്വന്തം മൂത്താപ്പയെ ആൾക്കാരെ മുമ്പിൽ വെച്ച് കളിയാക്കി. വേറെ ആർക്കും ധൈര്യം കിട്ടിയിട്ട. സങ്കടത്തോടെയാ തിരിച്ചു പോയത്. പക്ഷെ ആ സങ്കടം മർശിന്റെ മുകളിലെത്തി. അള്ളാന്റെ ഹബീബിന്റെ മനസ്സ് നൊന്തത് അതിന്റെ മുകളിലെത്തി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഏ നബിയേ, എന്റെ വഹദാനിയത്ത് പ്രസംഗിച്ചതിന്റെ പേരിൽ, അല്ലാഹ് മാത്രമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അബൂലഹബ് നിങ്ങൾ നശിക്കട്ടെ എന്ന് ബദ്ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഇരു കൈകളും നശിക്കട്ടെ നബിയെ. അല്ല അല്ല, അവൻ നശിച്ചിരിക്കുന്നു നബിയെ.
മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. ആ അബൂലഹബിന് പിന്നീട് വരുന്ന അബൂലഹബുമാർക്ക് മാ അഗ്നാ അൻഹു മാലുഹു, അവന്റെ സ്വത്ത് ഉപകാരപ്പെടുകയില്ല. വമാ കസബ, അവൻ സമ്പാദിച്ചതൊന്നും അവന് ഉപകാരപ്പെടൂല നബിയെ. അതുകൊണ്ട് വിഷമിക്കണ്ട, കാത്തിരുന്നോളൂ. ഞാൻ അവനെ വെറുതെ വിടൂല. ദുനിയാവിൽ അവന്റെ സ്വത്തോ മക്കളോ സമ്പത്തോ അവൻ ഉപകരിക്കൂല. നാളെ ആഖിറത്തിൽ വന്നാലോ അവൻ വിളിച്ച ഒരു ദേവന്മാരും ദേവിമാരും ഒരു ചാരങ്ങളും ഒരു ദർഗകളും ഒരു ശൈഖും അവനെ സഹായിക്കാനും വരൂല. സയസ്ലാ നാറ, നരകത്തിൽ ഞാൻ അവനെ കത്തിച്ചു കളയും. തീജ്വാലയുള്ള കടികടുത്ത തീയില്. അവന്റെ പെണ്ണും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും ഹമ്മാലത്തുൽ ഹതബ്, ആ വിറക് ചുമട്ടുകാരിയായ ഈത്തപ്പഴനാരിന്റെ മാലയും ധരിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഉപദ്രവിക്കുവാൻ ഭർത്താവിന് കൂട്ടുനിന്ന സഹായം ചെയ്ത ആ പെണ്ണിനെയും ഞാൻ നരകത്തിലിട്ട് കത്തിച്ചു കളയാൻ പോവാൻ. ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഇടപെട്ടില്ല. ഇടപെട്ടപ്പോന്നറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പം പ്രതികരിച്ചു. അത് അള്ളാഹ്ക്ക് തീരെ പിടിച്ചില്ല. കാരണം കളിച്ചത് അള്ളാഹിന്റെ വഹ്ദാനിയത്തിനോടാണ്. അവർക്ക് ദേഷ്യം പിടിച്ച എന്റെ കാര്യം ഏതാണ്? ആളുകൾ അതുകൊണ്ടല്ല അവർ ചോദിച്ചത്, ഇന്നാല താരിഖു ആലിഹത്തിന, ഇവൻ ഈ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ദൈവങ്ങളൊക്കെ ഒഴിവാക്കുകയോ? അവർക്ക് മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥം, ഇവരെല്ലാം ഒഴിവാക്കലാണ്. അവിടെ അവർ ചോദിച്ചേ, ഇന്നാല താരിഖു ആലിഹത്തിന, നമ്മളങ്ങനെ ഒഴിവാക്കും നമ്മുടെ ഇലാഹുകളെ. ഈ ഷാഇരിൻ മജ്നൂൻ, ഈ ഭ്രാന്തനും ഈ കവിയുമായ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് അല്ലാഹുൽ മുസ്തആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ട മൗലവി സലഫി മൗലവിയോ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോക്ക് നമ്മളങ്ങനെ ജാറം വിട്ട് പോയക്കല, അങ്ങനെ ദർഗ വിട്ട് പോയക്കല, തങ്ങന്മാരങ്ങ് വിട്ടക്കല എന്ന് ചോദിക്കുന്ന പോലെ. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി, മൗലാമാക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭയം ഇല്ല. നമ്മുടെ റബ്ബ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയേ, എൻ്റെ അടിമകൾ എന്നെ പറ്റി അങ്ങയോട് ചോദിക്കും. അപ്പൊ എന്ത് പറയണമെന്നറിയോ? അമ്പലക്കടയോ ഫൈസി പറഞ്ഞൊരു കാര്യമുണ്ട്. പേര് പറഞ്ഞ ആളെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആ ഫൈസി എന്താ പറഞ്ഞറിയോ? അള്ളാഹുവിനെ പറ്റി അവരുടെ മനസ്സിലുള്ള ഒരു സ്ഥാനവും ഈ മരിച്ചുപോയ ആൾക്കാരെ പറ്റി അവർ കൊണ്ടു നടക്കുന്ന ബഹുമതിയും ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ഒരു ചങ്ങായി ചോദിച്ചു, അള്ളാഹിനെ മാത്രം വിളിക്കലാണോ നല്ലത്, അതല്ല ഔലിയാക്കളെ വിളിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കലാണോ നല്ലത്? മൂപ്പര് പറയാ, അത് പിന്നെ രണ്ടു തരത്തിലുണ്ട്. ആ വിളി രണ്ടു തരത്തിലാണ്. ഒന്ന്, അള്ളാഹിനെ മാത്രം വിളിക്കാന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ മംഗലാപുരത്തേക്ക് പോകുന്ന പോലെ. ഔലിയാക്കളെ വിളിക്കാന്ന് പറഞ്ഞാൽ ബെൻസ് കാറിൽ പോകുന്ന പോലെ. എന്താ രണ്ടു തമ്മിലുള്ള വ്യത്യാസം? KSRTC ബസ് എപ്പോഴാ ടയർ പഞ്ചറാവുക, എപ്പോഴാ ഗിയർ ബോക്സ് പൊട്ടുക, ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ എപ്പോഴാ വേറെന്തെങ്കിലും വണ്ടിയുമായിട്ട് കൂട്ടിയെടുക്കുക, അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ, ഇതൊന്നും പറയാൻ കഴിയില്ല. ബെൻസ് അങ്ങനല്ല, ഇവിടുന്ന് വിട്ടു പിന്നെ കാണുന്ന മംഗലാപുരത്താണ് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞെന്താ അറിയോ? പറയാതെ പറഞ്ഞെന്താ അറിയോ? അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് വൈ. ഹായ് ഹായ് ഹായ്. അള്ളാഹ് പറയുന്നെന്താ? ഇയാൾ പറഞ്ഞത് അള്ളാഹിനോട് ചോദിച്ചാൽ പ്രയാസം. അതേസമയത്ത് ഔലിയാക്കളോട് ചോദിച്ചാലോ, ജാറങ്ങളോട് ചോദിച്ചാലോ ബെൻസ് കാർ പോകുന്ന പോലെ വേഗം കിട്ടും. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അള്ളാഹിനെ പറ്റി വരുന്ന ധാരണ എന്തായിരിക്കും? ഈ മൗലവിമാരുടെ ജോലി എന്താ? ഇവരെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താ? അതേസമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കെന്താറിയോ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് വിളിച്ചു ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ നബിയേ. ഫലസ്തജീബൂലി, എന്നെ വിളിക്കാൻ പറ എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കണ്ടതിന് പകരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഷഹാദയാണ്, കരാറാണ്. അതാണ് ഒന്ന്, ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും കളഞ്ഞു, അള്ളാഹിനെ മാത്രം സ്ഥാപിച്ചു. ഇനി ഒന്നും വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടി പറയാം, നിങ്ങൾ പഠിച്ചോണേ. എന്തുകൊണ്ട്? അതൊരു ചോദ്യമല്ലോ. ഔലിയാക്കളെ പറ്റൂല, എന്തുകൊണ്ട്? എന്നാൽ അള്ളാഹിനെ മാത്രം പറ്റും, എന്തുകൊണ്ട്? ആയത്തുൽ കുർസിന്റെ അർത്ഥം പഠിച്ചാൽ മതി. എന്തുകൊണ്ട് സെൽഫികൾ അല്ല മതി എന്ന് പറയുന്നു? ആയത്തുൽ കുർസിന്റെ അർത്ഥം പഠിച്ചാൽ മതി. മറിയം ബീവിന്റെ കഥയും സക്കറിയ നബിന്റെ കഥയും ഇബ്രാഹിം നബിന്റെ കഥയും നൂഹ് നബിന്റെ കഥയും ഖുർആനിൽ പറയപ്പെട്ട 25 അമ്പിയാക്കളുടെ കഥകൾ ഇരുന്ന് വായിച്ച് പഠിച്ചോളി. അതിന് നേരമില്ലല്ലോ, മൗലൂദ് കഴിഞ്ഞിട്ട് സമയമില്ല, പിന്നല്ല ഖുർആൻ അർത്ഥം പഠിക്കുക.
പിന്നെ ഖുറാന്റെ കഥ വായിക്കുക. ഇത് CM കഥ വായിച്ചിട്ട് കേട്ടിട്ട് സമയം കഴിയുന്നില്ല. പിന്നെ എങ്ങനെ ഖുറാന്റെ കഥ വായിക്കാൻ സമയം കിട്ടുക? ഖുർആനിലെ കഥ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ ലിഉലിൽ അൽബാബ്. ഖുർആനിലെ കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. അല്ലാഹു പറഞ്ഞു വമിൻഹും, അവരുടെ കൂട്ടത്തിൽ പല ആൾക്കാരുടെയും കഥ ഞാൻ പറഞ്ഞു തന്നു. ചില ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. എന്തിന്? ലിനുസബ്ബിത ബിഹി ഫുആദക്, നിങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ. അതിനാ ഖുർആന്റെ കഥ, ഹദീസിൽ വന്ന കാര്യങ്ങൾ അത് പഠിച്ചോളി, അത് മനസ്സിലാക്കിക്കോളി. അതിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഖാലിഖാണ്, അല്ലാഹു മാലിക്കാണ്, അല്ലാഹു റാസിഖാണ്, അല്ലാഹു മുദബ്ബിറാണ്. അല്ലാഹു മാത്രമാണ് ഇതൊക്കെ. അതാണ് അല്ലാഹുവിന്റെ റുബൂബിയത്ത്. അതുകൊണ്ടാണ് അല്ലാഹ് മതി എന്ന് അല്ലാഹു. ഇത് സാധാരണ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മൗലമാർക്ക് അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് ജാറത്തിലേക്ക് ദർഗയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം അവർ മുദബ്ബിറായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്ന CM നെയാണ്. ഇപ്പം എങ്ങനെ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവർക്ക് മനസ്സിലാവും? അള്ളാഹിൻ്റെ വഹദാനത്ത് എങ്ങനെയാണ് മനസ്സിലാവുക? ലാ ഖാലിഖ ഇല്ലല്ലാഹ് വലാ മാലിക ഇല്ലല്ലാഹ് വലാ റാസിഖ ഇല്ലല്ലാഹ് വലാ മുദബ്ബിറ ഇല്ലല്ലാഹ്. ഇതിന് ഈ 4 അർഹതകൾക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മനോഹരമായ കഥകളിലൂടെ നമുക്ക് വ്യക്തമാക്കി വിശദമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹ് മതി. അതുകൊണ്ട് 1.25 ലക്ഷം നബിമാരും എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ യഅലം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എങ്ങനെ? അതെന്താണ് എന്നറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദഖലൽ ജന്ന. ഓൻ മുസ്ലിമാണ്, ഓൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇതാണ് അള്ളാഹു ഒരു ഇസ്ലാമിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട ഒരാൾ ജീവിതത്തിൽ അള്ളാഹ് ആദ്യമായി തെളിയിച്ചു കൊടുക്കേണ്ട സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് ഇലാഹ് നീ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ അബ്ദാണ്, മഅബൂദ് നീ മാത്രമാണ്. വേറെ ഒരുത്തനെയും എൻ്റെ കൽബിലേക്ക് കേട്ടുന്ന പരിപാടിയില്ല. അത് നബിമാർ ചെയ്തിട്ടും പരിചയമില്ല നമുക്ക്. നമ്മുടെ മുൻഗാമികൾ ആരും ചെയ്തു തന്നിട്ടില്ല. ഒരു ഇമാമികളും മദ്ഹബിൻ്റെ ഇമാമുകൾ വരെ നഖശികാന്തം എതിർത്തതിനെ ദീനായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ സമയം അതിക്രമിച്ചു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാർ കൊടുത്ത ഉടനെ ഒരു മുസ്ലിമിന് നിർബന്ധമാവുന്ന കാര്യം എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണെന്നറിയുക, നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുക. A to Z. രാവിലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ പിറ്റെന്ന് എഴുന്നേറ്റ് അടുത്ത രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള 24 മണിക്കൂർ നേരത്തെ ഓരോ സെക്കൻഡുകളും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും ആരെപ്പോലെ ജീവിക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വർത്താനം, എൻ്റെ കച്ചവടം, എൻ്റെ സ്വഭാവം, എൻ്റെ വേഷവിധാനം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അവരുടെ വസ്ത്രം, അവരുടെ ഔറത്ത്, അവരുടെ വീട്, അടുക്കള എന്ന് വേണ്ട സർവ്വതും എനിക്ക് മാതൃക മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ദിക്ർ, എൻ്റെ സ്വലാത്ത്, എൻ്റെ മറ്റ് കർമ്മങ്ങൾ എല്ലാം ആര് പറഞ്ഞ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വഹാബിനെ പോലെയുള്ള ആൾക്കാർ പറയും ഇവർക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമൊന്നുമില്ല, കാരണം ഇവർ സ്വലാത്ത് വെല്ലൂല, ഇവർ ദിക്ർ വെല്ലൂല, അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഓർക്കൂല. മഅദല്ലാഹ്. സ്വലാത്ത് നമ്മൾ ചൊല്ലും, സ്വലാത്ത് ഹൽക്ക ഉണ്ടാക്കിയിട്ട് പൈസ കക്കൂല. ദിക്ർ നമ്മൾ ചെല്ലും, ദിക്ർ മജ്ലിസ് ഉണ്ടാക്കി ആൾക്കാരെ പത്തായ നമ്മൾ കൊള്ളയടിക്കൂല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടുന്നാണോ അല്ല, കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു ജീപ്പിൽ പിന്നെ ഒരു ഇലാൻ അറിയിപ്പ് അനൗൺസ്മെന്റ് പോവാണ്, സലാത്ത് ഹൽക്കയുടെ പരസ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹു പറഞ്ഞല്ലോ നിസ്കാരം കൊണ്ട് ഇന്നത് കിട്ടാനുണ്ട്, ഏതെങ്കിലും പള്ളിയിലെ ഖത്തീബ് ഒരു ആളെ വിളിച്ചിട്ട് നിസ്കാരത്തെ സംബന്ധിച്ചൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ വക്തിനും ജീപ്പ് വിടുക, നിസ്കരിക്കാൻ വേണ്ടി വന്നോളൂ, ഇന്ന് ദുഹറിന്റെ സമയത്ത് 4 റക്അത്ത് നിസ്കാരം ഉണ്ടാകും, ഇന്ന കാര്യങ്ങളൊക്കെ നിസ്കാരം കൊണ്ട് കിട്ടും എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തേ വിളിക്കാത്ത? നിസ്കാരത്തിൽ എന്തെല്ലാം ഉണ്ട്? قد أفلح المؤمنون الذين هم في صلاتهم خاشعون. الصلاة عماد الدين. ദീനിന്റെ തൂണ്. രാവിലെ 4:30 ഒരുത്തനെ വിളിച്ചിട്ട് പറയാം നീ ജീപ്പിൽ കൊണ്ടുപോടാ. അങ്ങനെ മൗലാർക്ക ഖത്തീബ് കയറിയിരുന്നു ജീപ്പിൽ. മഹല്ലി നിവാസികൾ ഏതാ സുബഹിന്റെ സമയമായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് എഴുന്നേറ്റ് വരിക, സുബഹ് നിസ്കരിച്ച അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും, സുബഹ് നിസ്കരിക്കാത്ത മുനാഫിക്കാണ്, കപടനാണ്, മുഅ്മിനല്ല എന്ന് ഹദീസിലുണ്ട്, പെട്ടെന്ന് വന്നോളി. എന്താ പറയാത്ത? വന്നിട്ട് പുസ്തകത്തിന് വല്ല ഗുണമൊന്നുമില്ലല്ലോ, അവർ നിസ്കരിച്ചിട്ട് പോകൂലേ, പൈസ കൊടുക്കുക വന്നിട്ട്.
സ്വലാത്ത് ഹൽക്ക അങ്ങനെയല്ല, അതിന് അനൗൺസ്മെന്റ് വേണം, അതിന് ആൾക്കാർ വരണം. അതിൻ്റെ ഫളായില് പറയുന്നതാണ് മക്കളെ കിട്ടുന്ന, മനസ്സമാധാനം കിട്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഉടമസ്ഥനായ അള്ളാനെ പറ്റി പറയേണ്ട മുഴുവൻ ഗുണവിശേഷണങ്ങളും സ്വലാത്ത് ഹൽക്കക്ക് കൊടുത്ത് അങ്ങോട്ടിങ്ങനെ വിളിക്കാൻ. നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അങ്ങനെ വിളിച്ചൂടെ? ഈ പറ്റിക്കൽ സെൽഫികൾ ചെയ്യൂല, മറിച്ച് അവർ സ്വലാത്ത് ചൊല്ലും, കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കണമെന്ന് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ദിക്ർ ചെല്ലണം, രാവിലത്തെയും വൈകുന്നേരത്തെയും എല്ലാം. സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പ്. നിങ്ങൾക്ക് സെലഫികൾ അടുത്തറിയില്ല, അതാ നിങ്ങളെ പ്രശ്നം. നിങ്ങൾ ഈ വഹാബുമാരൊക്കെ ബാക്കെന്ന് പറയുന്നത് കേട്ടിട്ടും ഇങ്ങനെ ആക്കിയിട്ട് നിൽക്കുക. ഇവിടെ ഒന്ന് അടുത്ത് വാ. എൻ്റെ പ്രിയപ്പെട്ട മുവഹിദുകളെ, മാതൃകയാവാൻ കഴിയണം. ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും സഹോദരിമാർക്കും മാതൃകയാവാൻ സാധിക്കണം. മഹല്ലത്തിലുള്ള ആളുകൾക്ക് ഇതാണ് ദീൻ, ഇതാണ് ഇവന്റെ ജീവിതമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇവന്റെ ജീവിതമാണ് ഇത്തിബാ, ഇവന്റെ ജീവിതമാണ് തൗഹീദ് എന്ന് വിരൽ ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന തരത്തിൽ വ്യക്തി ജീവിതം ക്ലിയർ ആവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാത്തിലും തങ്ങൾ ചെയ്തു, ഞാനുണ്ട്, ഇല്ല ഞാനില്ല. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഒരാൾ മനി ബിദഅ ഫിൽ ഇസ്ലാമി ബിദഅ, ഇസ്ലാമിൽ ഒരാൾ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി. സലാത്ത് ഹൽക്ക, ദിക്ർ ഹൽക്ക, മജ്ലിസ് നൂർ, മറ്റേ മദനീയം, മദീന ദിലാവ്, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. എന്നിട്ട് റജബ് 27 നോമ്പ്, അങ്ങനെ പലതും. സമയം പോയി. അയാൾ പറഞ്ഞു ഇത് ദീനിൽ പെട്ടതാണ് എന്നൊരുത്തം വാദിക്കുകയും ചെയ്താൽ ഫഖദ് ജഅം, അവൻ വാദിച്ചിരിക്കുന്നു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് വാദിച്ചവനെ പോലെയാണ് അവൻ. കാരണം ഇത്ര വലിയ നന്മയുള്ള കൂലി കിട്ടുന്ന കാര്യമായിട്ടും എന്തേ റസൂലുള്ളാഹി പറയാതെ പോയത് എന്ന് പറഞ്ഞവനെ പോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിയാൻ ശ്രമിക്കുക, പഠിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.